الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. بسم الله توكلت على الله لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا إمام الهدى يا رسول الله. خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ وعن كعب بن عياض رضي الله تعالى عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول إن لكل أمة فتنة وفتنة أمتي المال. رواه الترمذي أو كما قال سيدنا رسول الله. يا همزة الكرار عم المصطفى أسد الإله وسيد الشهداء. يا همزة القرار عم المصطفى أسد الإله وسيد الشهداء. يا همزة القرار عم المصطفى أسد الإله وسيد الشهداء. ബഹുമാന ആദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ കന്നേറ്റി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് താജുദ്ദീൻ സാർ അവരുടെ, ഇവിടെ ഖിറാഅത്ത് നടത്തിയ അൽ ഹാഫിദ് മുഹമ്മദ് സാബിത്ത് മുസ്ലിയാർ അവരുടെ, സ്വാഗതം ആശംസിച്ച കന്നേറ്റി മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ മുഹമ്മദ് സാലിഹ് മൗലവി കന്നേറ്റി മുസ്ലിം ജമാഅത്തിന്റെ മുൻ ഇമാം, സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന കരുനാഗപ്പള്ളി ടൗൺ മസ്ജിദ് ഇമാം ഷാഹിദ് അൽ ഖാസിമി അവர்கள், മറ്റ് സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ വന്യ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. സഹോദരന്മാർ, കന്നേറ്റിയിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു പ്രത്യേക സംഘടനയുടെ ലേബലില്ലാതെ സംഘടിപ്പിച്ച ഒരു പ്രഭാഷണ
മജ്ലിസാണ് ഇവിടെ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ അധ്വാനവും ശ്രമവും കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്തിനു വേണ്ടി നല്ലൊരു സമൂഹം ഇപ്പോൾ വരുന്നുണ്ട്. അള്ളാഹു ഇത് മുന്നോട്ട് നിലനിർത്തുമാറാകട്ടെ. ഞാൻ ആമുഖമായി കൂടുതലൊന്നും തന്നെ പറയാതെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നാം ഈ വർണ്ണപ്രപഞ്ചത്തിൽ മനുഷ്യരായി ജീവിക്കുന്നു. മനുഷ്യരായി നാം ജീവിക്കുമ്പോൾ നമുക്ക് പല ബാധ്യതകളും കടമകളും ഉണ്ട്. നമ്മുടെ ബാധ്യതകളും നമ്മുടെ കടമകളും വിസ്മരിച്ചുകൊണ്ട് നാം ജീവിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ ഓർക്കുകയും അത് സ്മരിക്കുകയും എന്തിനാണ് അള്ളാഹു നമ്മെ ഈ വർണ്ണ പ്രപഞ്ചത്തിലേക്ക് പടച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ്. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനന്ത കോടി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എണ്ണി തിട്ടപ്പെടുത്തുവാൻ വേണ്ടി നാം തയ്യാറാവുകയാണ് എങ്കിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഇൻ തഅദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുവാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിയാൽ ലാ തുഹ്സുഹാ, അതിൻ്റെ ഒരു അതിർവരമ്പ് നിശ്ചയിക്കാൻ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ എണ്ണം ഇത്രയാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വിശാലമായി പരന്നു കിടക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടും ആ അനുഗ്രഹങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ നാം നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാം ഒരു വേള ആലോചിക്കുകയോ ഒരു വേള ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ സഹോദരന്മാരെ നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ട് ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ ആലോചിക്കുകയില്ല, മനുഷ്യൻ ചിന്തിക്കുകയില്ല. അവൻ ഉപയോഗിക്കുന്നതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്നുള്ളത് അവൻ അറിയുന്നില്ല എന്ന് അല്ലാഹു മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ്. എന്തിനാണ്? മനുഷ്യൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിയാൻ, മനുഷ്യൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് അടുക്കുവാൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന്റെ ഖുർആനിലൂടെ മനുഷ്യന്റെ ശ്രവണപുടങ്ങളെ കോരിത്തെരിപ്പിക്കുമാർ അല്ലാഹു പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ. ഓ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലയോ? ചോദിക്കുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലയോ? വലിസാനം വശഫതൈൻ, നിങ്ങൾക്കൊരു നാവിനെ നാം നൽകിയില്ലയോ? വശഫതൈനി, നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകളെ നാം നൽകിയില്ലയോ? വഹദൈനാഹു നജ്ദൈൻ. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകി അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് രണ്ട് വഴികളെയും നാം നൽകിയില്ലയോ? നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യൻ അറിയുകയില്ല, മനുഷ്യനത് മനസ്സിലാക്കുകയില്ല, അള്ളാന്റെ വഴിയിലേക്ക് തിരിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പടച്ചവൻ പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈൻ, നയന മനോഹാരിതയുള്ള രണ്ട് കണ്ണുകളെ ഓ മനുഷ്യകുലമേ നിങ്ങൾക്ക് നാം നൽകിയില്ലയോ? അല്ലാഹു നൽകിയ ഈ രണ്ട് കണ്ണുകളെ, കണ്ണ് ഇല്ലാതാകുമ്പോഴല്ലേ മുഅ്മിനേ ഇതിന്റെ വില നാം അറിയുകയുള്ളൂ. കണ്ണ് നഷ്ടപ്പെടുമ്പോഴല്ലേ കണ്ണിന്റെ മഹത്വം നാം അറിയുകയുള്ളൂ. എത്രയോ അന്ധന്മാരാണ്, എത്രയോ കൺകുരുടന്മാരാണ് ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ രഹസ്യമറിയാതെ, ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ വർണ്ണ സൗരഭ്യം അറിയാതെ, ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ ഒരു മഹത്വവും മനസ്സിലാക്കാതെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അവളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ കഴിയാതെ, സ്വന്തം മക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാതെ എല്ലാം ഒരു മൂടാവിയായി ജീവിക്കുന്ന എത്രയോ മനുഷ്യരാണ് ഈ വർണ്ണ പ്രപഞ്ചത്തിലുള്ളത്. മുഅ്മിനേ, അല്ലാഹു ഈ കണ്ണ് നൽകിയിട്ടോ കണ്ണില്ലാത്ത അന്ധന്മാരായ മനുഷ്യന്മാരെയും അല്ലാഹു ലോകത്ത് പടച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഓ മനുഷ്യ, നീയൊന്ന് ആലോചിക്കാനാണ് കേട്ടോ.
നീ ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അതേ, നീ ചിന്തയില്ലാതെ ഇങ്ങനെ ആവോളം സഞ്ചരിക്കാതിരിക്കാനാണ് അല്ലാഹു പറയുന്നു. അലം നജഅൽ ലഹു ഐനൈൻ. നിന്റെ ചുറ്റുപാടുകളിൽ കൺകാഴ്ചയില്ലാത്ത പലരും ഈ വർണ്ണ പ്രപഞ്ചത്തിന്റെ രസം ആസ്വദിക്കാൻ കഴിയാതെ വട്ടം കറങ്ങുമ്പോ, ഓ മനുഷ്യ, നിനക്ക് നല്ല സുന്ദരമായ രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലയോ? പക്ഷേ ഈ കണ്ണുപയോഗിക്കേണ്ടത് എവിടെയാണ് മുഅ്മിനീങ്ങളെ? അല്ലാഹുവിനെ കാണാനുള്ള കണ്ണല്ലയോ ഇത്? എന്തിനാണ് അല്ലാഹു ഈ കണ്ണ് നൽകിയത്? അവനെ കാണുവാനല്ലേ? ലോകത്ത് ഓരോ മുഅ്മിനിന്റെയും മനസ്സിന്റെ അകതാരിൽ മുളച്ചു പൊന്തുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അല്ലാഹുവിനെ കാണലല്ലയോ? യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി. അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാര് നാളെ ഒരു ഉപാധിയുമില്ലാതെ പടച്ചവനെ കാണുന്ന ഒരു ഘട്ടം വരുമല്ലോ. അന്ന് അല്ലാഹു ഒന്ന് കാണാൻ വേണ്ടിയല്ലേ മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് രണ്ട് കണ്ണ് നൽകിയത് എങ്കിൽ ഈ കണ്ണ് അല്ലാഹുവിന്റെ എതിരിൽ നാം ഉപയോഗിച്ചിട്ടില്ലേ? ഈ കണ്ണുകൊണ്ട് നാം ഹറാം കണ്ടിട്ടില്ലേ? അല്ലാഹു നമ്മക്കാക്കുമാറാകട്ടെ. കണ്ണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ള സാധനമാണ്. അന്നദുറു സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടോ മനുഷ്യ, നിന്റെ കണ്ണുകൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ, അത് ഇബ്ലീസിന്റെ വിഷത്തിൽ ഊട്ടപ്പെട്ട അമ്പിൽപ്പെട്ട ഒരു അമ്പാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഈ കണ്ണെന്ന് പറയുന്നത് എന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിൽ നിന്നും മനുഷ്യനെ അടർത്തി മാറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ പടച്ചവൻ പറയുന്നു, അലം നജഅൽ ലഹു ഐനൈൻ. ഓ മനുഷ്യ, നിങ്ങൾക്ക് രണ്ട് നയന മനോഹാരിതയുള്ള കണ്ണുകളെ നാം നൽകിയില്ലയോ? എന്തിനൊക്കെ ഈ കണ്ണ് നൽകിയത്? അല്ലാഹുവിനെ അനുസരിക്കാനാണ്. അതേ, തിലാവത്ത് കിതാബില്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല, സിറൂ ഫിൽ അർള്, നിങ്ങളെ ഭൂമിയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് അല്ലാഹു ഈ വർണ്ണ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ അറിയാനാണ്, മനസ്സിലാക്കാനാണ്. അതേ, അല്ലാഹുവിന്റെ സൃഷ്ടികളെ നോക്കിയിട്ട് സൃഷ്ടാവിനെ വിലയിരുത്താനാണ്. അതേ, സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് പടച്ചവനെ പഠിക്കാനാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ. ഒരു മനുഷ്യൻ അവന്റെ സ്വശരീരത്തെ അറിഞ്ഞാൽ, അവന്റെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ അവന്റെ റബ്ബിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, പക്ഷേ ഇന്ന് നാം ചെയ്യുന്നത് എന്താണ്? ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തതല്ലേ നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നത്? ഓരോ TV പ്രോഗ്രാമുകളോ, ഓരോ സീരിയലുകളോ, ഓരോ സിനിമകളോ നാം ഹലാലാക്കുകയല്ലയോ മുഅ്മിനീങ്ങളെ? എന്തിനാണ് നാം അതിനെ ഹലാലാക്കുന്നത്? അത് കുഴപ്പമില്ലാത്തതാണ്, കണ്ടാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഹറാമ് കാണുകയല്ലേ? അന്യപുരുഷന്റെയും അന്യ സ്ത്രീയുടെയും ചാട്ടവും ഓട്ടവും ഉണ്ടല്ലോ, ആ നടത്തവും ഇരുത്തവും ഉണ്ടല്ലോ, അത് ഹറാമ് തന്നെ. അത് കാണാൻ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിൽ ആ പ്രവാചകന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലയോ മുഅ്മിനേ, നിങ്ങൾ ഈ കണ്ണുകൊണ്ട് അല്ലാഹുവിനെതിരിൽ ഉപയോഗിക്കുന്നു. കണ്ണിലേക്ക് കോടാനുകോടി വരുന്ന നരമ്പുകൾ കൊണ്ട് നിർമ്മിതമായ നമ്മുടെ കണ്ണുണ്ടല്ലോ, ഇതിന്റെ ഒരു നരമ്പൊന്ന് കട്ടായി പോയാൽ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി നടത്തി ഓപ്പറേഷൻ നടത്തിയാലോ ഇതിന്റെ കാഴ്ച തിരിച്ചു വരാൻ വളരെ പ്രയാസകരമാണെങ്കിൽ, എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സംവിധാനിച്ച, അല്ലാഹു തന്ന അവന്റെ അനുഗ്രഹമായ ഏറ്റവും സുപ്രധാനമായ കണ്ണ്, ആ കണ്ണ് നിങ്ങൾ അല്ലാഹുവിനെതിരിൽ ഉപയോഗിക്കുമ്പോ ഇതിന്റെ കാഴ്ചയങ്ങ് പോയാലോ എന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ കണ്ണിന്റെ കാഴ്ച നാം TV കണ്ടുകൊണ്ടിരിക്കുമ്പോ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു എടുത്തു മാറ്റിയാൽ എത്രയോ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ സഹോദരന്മാരെ. എന്തുകൊണ്ടാ മുഅ്മിനേ നീ 30 വയസ്സുള്ളപ്പോ കണ്ണാടി വെക്കേണ്ടി വരുന്നത്? എന്നാൽ 90 വയസ്സ് ചെന്നവര്, 95 വയസ്സ് ചെന്നവര്, 100 വയസ്സ് പ്രായമുള്ള ഉമ്മമാര് ഉപ്പമാര് ഇന്ന്
എന്നും മുസാഫിൽ കണ്ണട വയ്ക്കാതെ നോക്കി ഓതുന്നുണ്ടെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച എന്തുകൊണ്ട് മങ്ങിപ്പോയി മുഅ്മിനേ? അല്ലാഹുവിനെതിരിൽ നീ തിരിഞ്ഞപ്പെടല്ലയോ? അവന്റെ വിധിവിലക്കുകളെ മാനിക്കാനിട്ടല്ലയോ? അല്ലാഹു പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുമോ? ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേതെ ഞാൻ നൽകിയപ്പോ ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുമോ? ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു പറയുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ കണ്ണ്, ആ കണ്ണുകൊണ്ട് ഖുർആൻ നിങ്ങൾ ഓതിയാൽ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ, അതേ സ്വാലിഹീങ്ങളുടെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ അത് ഇബാദത്താണല്ലോ. എന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് കാഴ്ച അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. പക്ഷേ നമുക്ക് ഇപ്പോഴേ കണ്ണട വെക്കാം. എന്താ കാരണം? അല്ലാഹുവിന്റെ വഴിയിൽ തിരിയുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹമായ കണ്ണിനെ അവൻ അനുകൂലമായി നാം പ്രവർത്തിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാരെ, വളരെ ചെറുപ്രായത്തിലെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന എത്രയോ സഹോദരന്മാർ കണ്ണട വെച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. കൃത്യമായ ഒരു അക്ഷരം നോക്കി വായിക്കാൻ കണ്ണടയില്ലാതെ കഴിയാത്ത അവസ്ഥ ഇന്ന് മുസ്ലിം ലോകത്തെ എന്നല്ല ലോക ജനസഞ്ചയത്തെ ആകമാനം വേട്ടയാടുന്നുവെങ്കിൽ എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ തികച്ചും അല്ലാഹുവിനെ അനുസരിക്കാത്തതാണ്, അവന്റെ വഴിയിലേക്ക് കടന്നു വരാത്തതാണ്. അല്ലാഹു ചോദിക്കുന്നു, മുഅ്മിനേ അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് സുന്ദരമായ കണ്ണുകളെ നാം നൽകിയില്ലയോ? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെയാണ് പടച്ചവരെടുത്തു പറയുന്നത്. ഓ മനുഷ്യ, നിങ്ങൾക്കൊരു നാവിനെ നാം നൽകിയില്ലയോ? എന്തിനാണ് ഈ നാവിനെ നിങ്ങൾക്ക് നൽകിയത്? അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലാനല്ലേ, അവന്റെ തസ്ബീഹ് ചൊല്ലാനല്ലേ, അവന്റെ വഴിയിലേക്ക് തിരിയാനല്ലേ? അന്യനെ ആക്രമിക്കാനാണോ? എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗ്ഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വായുടെ ഉള്ളിൽ കല്ലുവാരിയിടുകയാണ്. എന്തിനാണെന്നറിയണ്ടേ? ചോദിച്ചു, അല്ല അബൂബക്കറേ, നിങ്ങൾ എന്തിനാണ് വായുടെ ഉള്ളിൽ കല്ലുവാരിയിടുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഈ നാവ് കൊണ്ട് ഏതെങ്കിലും ഹറാമായ വർത്തമാനങ്ങൾ വന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വായിൽ കല്ലുവാരിയിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുന്നുവെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ നാവ് ഹൽ യകുബ്ബുൻ നാസ ഫിന്നാർ, ജനങ്ങളെ അവരുടെ മുഖങ്ങളുടെ മേൽ കുത്തി നരകത്തിൽ വീഴ്ത്തപ്പെടുന്നത് അവരുടെ നാവുകൾ കൊയ്തുകൂട്ടിയതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യന്മാര് നരകത്തിൽ മുഖം കുത്തി വീഴാൻ കാരണം അവരുടെ നാവുകൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളാണ്. നാവുകൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അവർ നരകത്തിൽ വിടുന്നത് മുഖം കുത്തിയിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുമ്പോ എൻ്റെ മുഅ്മിനീങ്ങളെ, നാവ് കൊണ്ട് സർവ്വതും ഫസാദായി പോവുകയാണ്. നമ്മുടെ നാവ് കൊണ്ട് സർവ്വ അമലുകളും പൊളിഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനത തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ. അല്ലാഹുവിന്റെ റസൂലേ, ഒരു പെണ്ണ് അവൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവളാണ്. വതസൂമുൻ നഹാർ, അവൾ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവളാണ്. രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന പെണ്ണാണ് അവള്, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണാണ്. പക്ഷേ അവളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ പരദൂഷണം പറയുന്ന ഒരു ചെറിയ ജോലി മാത്രമേ അവൾ ചെയ്യുന്നുള്ളൂ.
വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. അവൾ പർദ്ദധാരിയാണ് റസൂലേ. അവൾ നല്ല സ്വഭാവിനിയാണ്, നല്ല ഇബാദത്തുള്ള പെണ്ണാണ്. അവൾക്ക് നോമ്പില്ലാത്ത ദിനരാത്രങ്ങളില്ല, അവൾക്ക് നിസ്കാരമില്ലാത്ത രാത്രികളില്ല. അത്രത്തോളം ഇബാദത്തിൽ മുമ്പേ എത്തിയ പെണ്ണാണ് അവള്. അവളെ സംബന്ധിച്ച് നബിയേ അങ്ങയുടെ അഭിപ്രായം എന്താണ് റസൂലേ എന്ന് ചോദിക്കുമ്പോ പ്രവാചക പുങ്കവർ പറയുകയാണ്, നിസ്കരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച്, അതേ നോമ്പരിട്ടിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച്, പക്ഷേ സ്വന്തം നാവുകൊണ്ട് മറ്റുള്ളവരെ പ്രദൂഷണം പറയുന്ന ആ പെണ്ണിനെ പറ്റി നബി പറയുന്നു, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ. ലാ ഖൈറ ഫീഹാ, അവളിൽ യാതൊരു നന്മയുമില്ല, അവളിൽ യാതൊരു പുണ്യവുമില്ല. അവളുടെ നിസ്കാരം വേണ്ട സ്വഹാബ പടച്ചവന്, അവളുടെ നോമ്പ് വേണ്ട സ്വഹാബത്തെ പടച്ചവന്, അവളുടെ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ യാതൊരു പുണ്യവും ഇല്ലെന്നു മാത്രവുമല്ല, അവൾ നരകവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ, ഭാര്യമാരെ, കുടുംബക്കാരെ പടച്ചവൻ കാക്കുമാറാകട്ടെ. നാം ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ, അല്ലാഹു നൽകിയ അനുഗ്രഹീതമായി നാവ് എന്തിനു വേണ്ടിയാ തന്നത്? അവന്റെ അനുഗ്രഹമല്ലേ നാവ്. എന്തിനല്ലാഹു നമുക്ക് ഈ നാവ് തന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച്, അവന്റെ ദിക്റിനെ സംബന്ധിച്ചൊക്കെ പറയാനാണ്, സംസാരിക്കാനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് വർത്തമാനം പറയാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ഇതിനൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ നാവ്. പക്ഷേ ഇന്ന് ആ സത്യത്തിൽ ലോകത്ത് മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത് നാവല്ലേ? ചിന്തിക്കണം. ഈ നാവ് കൊണ്ട് എന്തെല്ലാം വിഷയങ്ങളാണ് ലോകത്തുണ്ടാകുന്നത്? തമ്മിലടിപ്പിക്കുക, സമൂഹത്തെ അപ്പുറം ഇപ്പുറം ഒന്ന് കലക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ നാവ് കൊണ്ടുണ്ടാകുന്നത്? ഈ നാവ് കൊണ്ടുണ്ടാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നൽകി ഈ നാവിനെ അവൻ അനുകൂലമായി ചലിപ്പിക്കാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ നാവ് ദിക്റിൽ നനയട്ടെ. നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിൻ്റെ ഫിക്റിലാകട്ടെ. എപ്പോഴും അല്ലാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവ് നനയുമെങ്കിൽ എൻ്റെ മുഅ്മിനേ, എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെങ്കിൽ നിങ്ങൾ മരിക്കും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റിന്റെ മഹത്വം എന്താണെന്നറിയുമോ? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പറയുന്നു, അല്ല തമ്പുരാനെ, എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ർ നീ പറഞ്ഞു തരണം, എന്നെ ഖാസാക്കിയിട്ടൊരു ദിക്ർ പറഞ്ഞു തരണമെന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം പറയുമ്പോ അല്ലാഹു പറയുന്നു, അല്ലയോ മൂസ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു മൂസ. മൂസ നബി പറഞ്ഞു, പടച്ചവനെ, ഇത് എല്ലാവരും ചൊല്ലുന്ന ദിക്റാണല്ലോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ലോകത്തുള്ള മുഴുവൻ പേരും ചൊല്ലുന്നതാണല്ലോ. എനിക്ക് മാത്രമായി ഒരു ദിക്ർ നീ പറഞ്ഞു തരണമെന്ന് മൂസ നബി പറയുമ്പോൾ അല്ലാഹു പറയുന്നു, മൂസ, 7 ആകാശങ്ങളോ 7 ഭൂമികളോ അതിലുള്ള സർവ്വ വസ്തുക്കളോ ഒരു തട്ടിലെടുത്ത് വെക്കുകയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ലമാലതു ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവയെക്കാളൊക്കെ ഭാരം നിൽക്കുന്നതാണെന്ന് അല്ലാഹു പറയുമ്പോ ഈ ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവുകൾ നനയട്ടെ. എല്ലായ്പ്പോഴും എൻ്റെ മുഅ്മിനീങ്ങളെ, ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അതാണല്ലോ യഥാർത്ഥ മുഅ്മിനിന്റെ രീതി. ഒരു ജാഹിൽ നിങ്ങളോട് വർത്തമാനം പറയാൻ വന്നാൽ ഖാലൂ സലാമാ, സലാം പറഞ്ഞുകൊണ്ട് മാറണോ, അവന്റെ വിവരക്കുറവാണ് എന്ന് പറഞ്ഞു മാറലല്ലേ യഥാർത്ഥ മുഅ്മിനിന്റെ തത്വം. അല്ലാഹു ആ യഥാർത്ഥ മുഅ്മിനിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. നാവിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, കണ്ണിനെ സംബന്ധിച്ച് പടച്ചവൻ പറഞ്ഞു, എന്നിട്ട് 2 ചുണ്ടുകളെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയില്ലയോ? അല്ലാഹു നൽകിയ ഈ ചുണ്ട് എത്ര രസകരമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേക കറകളൊന്നും പിടിപ്പിക്കണ്ട, പ്രത്യേക മോഡലൊന്നും വരുത്തണ്ട. എൻ്റെ മുഅ്മിനീങ്ങളെ, ഒരു ശസ്ത്രക്രിയകളും നടത്തേണ്ടതില്ല. അല്ലാഹു എത്ര രസകരമായിട്ട് നൽകി ഈ ചുണ്ടുകൾ. ഒരു മനുഷ്യന്റെ സൗന്ദര്യമാണെങ്കിൽ വത്തീനി വസ്സൈത്തൂൻ,
وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. അല്ലാഹു പറയുകയാണ്, മനുഷ്യനെ വളരെ മെച്ചമായ രൂപത്തിലാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. നല്ല രസകരമായ രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. ആ മനുഷ്യൻ അല്ലാഹു നൽകിയ ചുണ്ട് ആ മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണെങ്കിൽ ആ അനുഗ്രഹവും അല്ലാഹു എടുത്തു പറയുന്നു. ഇത്രയും നൽകിയ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് നല്ലതിന്റെയും മോശത്തിന്റെയും നല്ലതിന്റെയും ചീത്തയുടെയും രണ്ടു വഴികളെ നാം നൽകിയില്ലയോ? നിങ്ങൾ നല്ല വഴിയിലേക്ക് ചലിക്കാനാണ്, സഞ്ചരിക്കാനാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല, നല്ല വഴിയിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളുടെ മാർഗങ്ങൾ മോശമായി. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും നിങ്ങൾ തൃണവൽക്കരിച്ചോ. എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കൊരു അനുഗ്രഹവും പടച്ചവൻ നൽകിയിട്ടില്ല. മറ്റുള്ളവർ സാമ്പത്തികമായി വരുമ്പോൾ, അവർക്ക് സാമ്പത്തികമായി പുരോഗതി ഉള്ളപ്പോൾ നമുക്കൊരനുഗ്രഹം അല്ലാഹു നൽകിയിട്ടില്ല എന്ന വാദത്തിൽ നാം ഓരോരുത്തരും എത്തിച്ചേരുകയാണ്. ചിന്തിക്കുക, മറ്റുള്ളവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ നമുക്കൊന്നും നൽകിയില്ല എന്ന് നാം പറയുന്നു. അക്ഷരാർത്ഥത്തിൽ ഇത് സത്യമാണോ? അല്ലാഹു നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? നമ്മുടെ കുടുംബത്തിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബിയുടെ ഹദ്റത്തിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് സുലൈമാൻ നബിയോട് പറയുന്നു, അല്ല സുലൈമാൻ നബിയെ, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, ഒരുപാട് ദീനാറുകൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, ഒരുപാട് ദിർഹമുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, എന്നാൽ എനിക്ക് അല്ലാഹു ഒരു അനുഗ്രഹവും നൽകിയിട്ടില്ല എന്ന് സുലൈമാൻ നബിയോട് ഈ മനുഷ്യൻ പറയുമ്പോ സുലൈമാൻ നബി പറയുന്നു, ഫൻദുർ മാദാ തഖുൽ, ഓ മനുഷ്യ, നീ ചിന്തിച്ചിട്ടാണോ പറയുന്നത്? നിനക്കൊരു അനുഗ്രഹം അല്ലാഹു നൽകിയിട്ടില്ലേ? അതേ സുലൈമാൻ നബിയെ, എനിക്കൊരു അനുഗ്രഹവും പടച്ചവൻ നൽകിയിട്ടില്ല. ഈ സമയം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചാക്കിന്റെ ഉള്ളിൽ അയാൾക്ക് കുറെ നാണയങ്ങൾ എടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓ മനുഷ്യ, നീ ഇത് കൊണ്ടുപോയിക്കൊള്ളുക, നീ സ്വസ്ഥമായി ജീവിച്ചു കൊള്ളുക എന്ന് പറയുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കൊടുത്ത ചാക്കുകെട്ടുമായി ഈ മനുഷ്യൻ നടന്നു നീങ്ങാൻ പോകുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇരു കരങ്ങളും പടച്ചവന്റെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു, റബ്ബേ, ഈ മനുഷ്യന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചയും നീ എടുക്കണേ അല്ലാ. പെട്ടെന്ന് ഇയാൾ ഈ ചാക്ക് കെട്ടൊക്കെ തറയിലിട്ടു. അല്ലാഹുവേ, സുലൈമാൻ നബി അങ്ങനെ ദ്വാരക്കരുത്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയാൽ പിന്നെ ഈ നാണയങ്ങൾ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഇതിനേക്കാളും വലുത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയാണ്. അങ്ങ് തന്ന ഒരു ചാക്ക് നാണയത്തെക്കാൾ വലുത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയാണ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, നീ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ് പൊന്നുമോനെ? നിനക്ക് അല്ലാഹു ഒന്നും നൽകിയിട്ടില്ലെന്നല്ലേ, നിനക്കൊരനുഗ്രഹവും പടച്ചവൻ തന്നിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് ഈ അനുഗ്രഹം തന്നതാരാ? എടോ, നിന്റെ കണ്ണിന്റെ കാഴ്ച തന്നതാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോ ആ മനുഷ്യൻ സുലൈമാൻ നബിയുടെ മുന്നിൽ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് സമ്മതിച്ച് തിരിച്ചുപോയി എങ്കിൽ നാം ചിന്തിച്ചു നോക്കൂ, അല്ലാഹു അനവധി നിരവധി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. പക്ഷേ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പരീക്ഷണങ്ങളോ പരിശോധനകളോ നമ്മെ തേടിയെത്തുമ്പോ നമ്മുടെ ഈമാൻ കൈവിട്ടുകൊണ്ടോ നമ്മുടെ യഖീൻ കൈവിട്ടുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അല്ലാഹു പറയുന്നു, അനുഗ്രഹങ്ങൾ തന്ന പടച്ചവൻ പറയുന്ന പോലെ, നബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു പറയുന്നു, ഓ മനുഷ്യകുലമേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, നിങ്ങളിലേക്ക് പേടിയിട്ട് തന്നുകൊണ്ട് അല്ലാഹു പരിശോധിക്കും കേട്ടോ. ഓ മനുഷ്യ, നിങ്ങൾക്ക് എങ്ങോട്ട് പോയാലും പേടിയാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ പേടിയാണ്, മക്കളെ വിടാൻ പേടിയാണ്, പുറത്തോട്ടിറങ്ങാൻ പേടിയാണ്, നിസ്കരിക്കാൻ പേടിയാണ്. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത പേടി വരുമോ?
ഇത് ജഗദ്ദിയന്താവിന്റെ പരിശോധനയാണ്. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ. ഓ മനുഷ്യ, നിങ്ങൾക്ക് വിശപ്പ് തന്നുകൊണ്ട് അല്ലാഹു പരിശോധിക്കുന്നതാണ്. മനുഷ്യന് ശക്തമായ വിശപ്പ്. നിങ്ങൾ ചിന്തിക്കട, ഇപ്പോ നിങ്ങൾക്ക് വിശപ്പില്ല, നിങ്ങൾക്ക് ദാഹമില്ല. എന്നാൽ ഏതെങ്കിലും ഭൂകമ്പങ്ങളുടെയോ ഏതെങ്കിലും സുനാമികളുടെയോ പേരിൽ എത്രയോ രാഷ്ട്രത്തിലെ ജനങ്ങളാണ് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റു രാഷ്ട്രങ്ങളുടെ ഫ്ലൈറ്റുകൾ വരുന്നതും കാത്ത് ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത്, മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിക്കുന്നത്. അങ്ങനെ ഭക്ഷണപ്പൊതികൾ ഫ്ലൈറ്റിൽ നിന്ന് പറക്കിയെറിയുമ്പോ അത് പറക്കിയെടുക്കാനുള്ള തന്ത്രപ്പാടിൽ പരസ്പരം ബഹളത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് എത്രയോ പേരാണ് മരിച്ചു വീഴുന്നതെങ്കിൽ എന്റെ മുഅ്മിനേ, നമുക്കിന്ന് വിശപ്പില്ല, നമുക്കൊന്നും പ്രയാസമില്ല. എന്തേ കാരണമെന്നറിയുമോ? സമ്പത്തിന്റെ പുരോഗതിയാണ്. അതുകൊണ്ട് നമുക്ക് വിശപ്പില്ല. പക്ഷേ ഒരു ശിക്ഷ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എത്ര ആഹാരം നമ്മുടെ മുന്നിലുണ്ടെങ്കിലോ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ഡോക്ടർമാരെ കാണുമ്പോ ഓരോരുത്തരും ഓരോ ഭക്ഷണം കഴിക്കരുത് നമ്മോട് പറയുന്നു. അങ്ങനെ ഭൂമിപ്പുറത്ത് എല്ലാ ഭക്ഷണവും നമുക്ക് ഹറാമായി മാറുന്ന ഒരു പരിശോധന റബ്ബ് തന്നിട്ടുണ്ട് കേട്ടോ. മറന്നു പോകണ്ട, വിസ്മരിച്ചു പോകണ്ട. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷപ്പെട്ട് തന്നാൽ നിങ്ങളെ ഞാൻ പരിശോധിക്കുന്നതാണ്. ഇന്നലെ വരെ നിങ്ങൾ ഗൾഫിൽ നിന്നിട്ട് ഒരുപാട് സമ്പത്തുണ്ടാക്കി കൊണ്ടുവന്നു. ആ സമ്പത്തെല്ലാം നിങ്ങൾ സുഭിക്ഷമായി ഉപയോഗിച്ചോ, നിങ്ങളെ സുന്ദരമായ കാറിൽ സഞ്ചരിച്ചോ, നിങ്ങൾക്ക് 2 നില കെട്ടിടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ സമ്പത്തിന് ചോർച്ച പറ്റുകയാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുകയാണ്, എല്ലാം നശിക്കുകയാണ്. ആ ഒരവസ്ഥ നിങ്ങളെ തേടിയെത്തുമ്പോൾ അല്ലാഹു പറയുന്നു, മനുഷ്യ, നിങ്ങളുടെ സമ്പത്തുകളെ ചുരുക്കിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ പരിശോധിക്കുന്നതാണ്. അങ്ങനെ സമ്പത്ത് ചുരുക്കിക്കൊണ്ട് പടച്ചവൻ പരിശോധിക്കുമ്പോൾ പലരുടെയും ഈമാൻ ബലഹീനമാകുന്നു. പലരും ചിന്തിക്കുന്നു അല്ലാഹു നമ്മളെ പരിശോധിക്കുകയാണ്, നമ്മുടെ കാശെല്ലാം പോയി. ചിലർ ടെൻഷൻ അടിക്കുന്നു, ചിലർ ഭ്രാന്ത് പിടിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് സമ്പത്ത് പെട്ടെന്ന് നിലച്ചു പോകുമ്പോൾ ഒരു 50 ലക്ഷം രൂപ ഗൾഫിൽ വെച്ചങ്ങ് നഷ്ടപ്പെട്ടു. പിന്നെ അയാളെ ഭ്രാന്താശുപത്രി നോക്കിയാൽ മതി. ആ ഒരവസ്ഥയിൽ മനുഷ്യൻ പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു ദുരവസ്ഥ നമ്മെ തേടിയെത്തുമോ അത് അല്ലാഹുവിന്റെ പരിശോധനയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ചുരുക്കിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ പരിശോധിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കൾ മരണപ്പെടുകയാണ്, നിങ്ങളുടെ ഭാര്യ മരണപ്പെടുകയാണ്, കുടുംബത്തിൽ അംഗസംഖ്യ കുറയുകയാണ്. ഇതും അല്ലാഹുവിന്റെ പരിശോധനയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അങ്ങനത്തെ ഒരവസ്ഥ നമുക്കുണ്ടായാലും തീർച്ചയായും അല്ലാഹുവിന്റെ പരിശോധനയാണ് എന്ന് നാം മനസ്സിലാക്കുകയും ബലവർഗങ്ങളെല്ലാം ചുരുങ്ങുകയാണ്. നമ്മുടെ വീട്ടിൽ നടന്നതൊന്നും കിളിർത്തു വരുന്നില്ല. നമ്മുടെ അയ്യത്ത് നട്ട വാഴ മുഴുവൻ കിളിർത്ത് കൊലയാകാറായപ്പം മുഴുവനും ഒടിഞ്ഞു വീഴുകയാണ്. ആ ഒരവസ്ഥ വരുമ്പോ നമ്മൾ മനസ്സിലാക്കിക്കോ, ഇതും പടച്ചവന്റെ പരിശോധനയാണ്. ഈ സമയങ്ങളിൽ അല്ലാഹു പറയുന്നു, ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോ ക്ഷമിക്കുന്ന വിഭാഗങ്ങൾക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. ആരാണ് ക്ഷമിക്കുന്നവരെന്നറിയുമോ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു വിപത്ത് വരുമ്പോ, അവർക്കൊരു പ്രയാസം വരുമ്പോ അവർ പെട്ടെന്ന് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ചിന്തിച്ചത് ഇത് മരിക്കുമ്പോൾ പറയാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ആരെങ്കിലും മരിക്കുമ്പോൾ പറയാനുള്ളതാണ്. മരിക്കുമ്പോഴും ഒന്നും മാത്രമല്ല, നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, നമ്മുടെ വണ്ടി ഗട്ടറിൽ വീണാലും പറയട്ടെ ഇന്നാ ലില്ലാഹ്. നമ്മുടെ വീട്ടിൽ വിളക്ക് പോയാൽ പറയട്ടെ ഇന്നാ ലില്ലാഹ്. കറണ്ട് പോയാൽ പറയട്ടെ ഇന്നാ ലില്ലാഹ്. നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കാല് തട്ടിയാലും പറയട്ടെ ഇന്നാ ലില്ലാഹ്. പക്ഷെ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ അതാ പറയേണ്ടത്. പക്ഷെ നമ്മളിത് നേരെ തിരിച്ചാ പറയുന്നത്. കാല് സർവ്വകല്ലിൽ തട്ടിയ അപ്പുറത്ത് അയൽക്കാരൻ്റെതാണെങ്കിൽ, അല്ലെങ്കിൽ മുള്ളുവേലിക്കകത്ത് മുണ്ടൊന്ന് ഉരുങ്ങിയാൽ
അവനെ ചീത്ത വിളിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഒന്ന് അണഞ്ഞാൽ ചീത്ത വിളിക്കും. കറണ്ട് ഒരു പ്രാവശ്യം ഒന്ന് പോയി, വീണ്ടും ഒന്നുകൂടെ പോയി, വീണ്ടും ഒന്നുകൂടെ പോയാൽ തൊട്ടടുത്ത് ഇലക്ട്രിസിറ്റി ഇരിക്കുന്ന സർവർക്കും ചീത്ത. തന്തയ്ക്കുള്ളി ഉറപ്പാണ്, അവർക്കെല്ലാം തന്തയ്ക്കുള്ളി ഉറപ്പാണ്. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈമാൻ ബലഹീനമാവുകയാണ്. അള്ളാഹു പറയുന്നു, അനുഗ്രഹങ്ങൾ മുഴുവനും തുറന്നു വിട്ട് തന്ന രാജാതിരാജനായ പടച്ചവൻ പറയുന്ന മനുഷ്യ വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സബറാത്തി വബശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഇത് മാനവകുലത്തിനെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് മീതെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ക്ഷമ കൈവിടാതെ അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിയുക. അല്ലാഹു എന്തിനാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത്? നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ജനങ്ങളെ ക്യാൻസർ കൊണ്ട് വലയുമ്പോ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവർ ബ്രെയിൻ ട്യൂമർ കൊണ്ട് വലയുമ്പോ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവർ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോ സുഭിക്ഷമായി നാട്ടിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു അവസരം നമുക്ക് നൽകിയപ്പോ ആ അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടേ? അല്ലാഹു പറയുന്നു, വദ്ദുനിയാ മസ്റഅത്തുൽ ലില്ലാഹിറ. എടോ മനുഷ്യ, നീ സ്വസ്ഥമായിട്ട് തിന്ന് രസിച്ച് ഭുജിച്ച് നടക്കുവാനുള്ളതല്ല ഈ ഭൂമി. മറിച്ച് ദുനിയാ മസ്റഅത്തുൽ ലില്ലാഹിറ. ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിപ്പാടമാണ് ഈ വർണ്ണപ്രപഞ്ചം. ഈ വർണ്ണപ്രപഞ്ചത്തിൽ അഅ്മാലു സ്വാലിഹാത്താകുന്ന കൃഷി ഇറക്കണം. ഇവിടെയല്ല മുമ്പിനെ നാം വിളവ് കൊയ്യേണ്ടത്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞാൻ സദഖ കൊടുക്കുന്നുണ്ട്, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയേണ്ടതില്ല. ഇവിടെ ഇറക്കുന്ന കൃഷിയുടെ മുഴുവൻ വിളവ് നൽകുന്നത് നാളെ പരലോകത്ത് പടച്ചവനാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ലില്ലാഹിറ. ഓ മനുഷ്യ, ആഖിറത്തിലേക്കുള്ള കൃഷിപ്പാടമാണോ ഈ ദുനിയാവ്? ഈ വർണ്ണ പ്രപഞ്ചത്തിൽ അഅ്മാലു സ്വാലിഹാത്താകുന്ന കൃഷി നിങ്ങൾ ചെയ്യുക. അല്ലാഹു പറയുന്നു, ഫമയ്യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ. നിങ്ങൾ ഒരു അണുവളവ് നന്മ ചെയ്താൽ അതിന്റെ കൂലി നാളെ പടച്ചവൻ തരുന്നതാണ്. പടപ്പുകളല്ല നിങ്ങൾക്ക് കൂലി തരേണ്ടത്, മറിച്ച് രാജാതിരാജനായ പടച്ചവനാണ് നിങ്ങൾക്ക് കൂലി നൽകേണ്ടത്. അതുകൊണ്ട് നന്മ ചെയ്യുന്നവരാരുണ്ടോ അല്ലാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊള്ളൂ. ആരൊരു അണുവളവ് തിന്മ ചെയ്യുന്നുവോ അതിന്റെ ശിക്ഷ തരുന്നതോ രാജാതിരാജനായ അല്ലാഹുവാണ് മുഅ്മിനേ. അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ പ്രതിഫലത്തെ കാംക്ഷിക്കട്ടെ, തിന്മ ചെയ്യുന്നവർ ശിക്ഷയെ പ്രതീക്ഷിക്കട്ടെ എന്ന് പടച്ചവൻ പറയുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, നല്ല കാര്യങ്ങൾ ഈ വർണ്ണപ്രപഞ്ചത്തിൽ ചെയ്താൽ തീർച്ചയായും നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുമ്പോ, ആഖിറത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു തുറന്നു തരും. എന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആഖിറത്തിലേക്കൊരു മുഅ്മിനിങ്ങനെ പോകുമ്പോൾ അവന്റെ ഇടയിൽ മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. ആ കാതലായ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. പടച്ചവൻ പറയുകയാണ്, ഓ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും, നിങ്ങളുടെ സമ്പത്തുകള് നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ സ്മരണയെയും വിട്ട് നിങ്ങളെ മാറ്റാതിരിക്കട്ടെ
എന്ന് പടച്ചവൻ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഅ്മാലു സാലിഹാത്തിന് കഴിവ് നൽകി. നാം നിസ്കരിക്കുന്നു, നാം നോമ്പനുഷ്ഠിക്കുന്നു, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതുമായി ആഖിറത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ നാം തുനിയുമ്പോൾ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ, അത് സമ്പത്തും മക്കളുമാണെന്ന് വിശുദ്ധ ഖുർആൻ. സമ്പത്തും മക്കളും വേണ്ടേ? വേണ്ടതല്ല. വളരെ സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ട കേസാണിത്. നമ്മുടെ അമലുകളുടെ ഇടയിൽ നമ്മുടെ നിസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളുമായി തുടർന്നു പോകാൻ തടസ്സം നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് നാശമാണെന്ന് വിശുദ്ധ ഖുർആൻ. മറ്റൊരു തഫ്സീറിൽ അത് പരിശോധനയാണെന്നുമുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, പിന്നെന്തിനാണ് അല്ലാഹു ഈ സമ്പത്തിനെ ലോകത്ത് പടച്ചത്? എന്തിനാണ് ഈ മക്കളെ ലോകത്ത് പടച്ചവൻ പടച്ചത്? അല്ലാഹു പറയുന്നു, വൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഈ വർണ്ണ പ്രപഞ്ചത്തെ മോടി പിടിപ്പിക്കാൻ, ഈ വർണ്ണ പ്രപഞ്ചത്തെ ഒന്ന് രസകരമാക്കാൻ വേണ്ടി അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളാണ് സമ്പത്തും മക്കളുമെന്ന് വിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ പഠിപ്പിക്കുകയാണ്. നാം ചിന്തിക്കുക സഹോദരന്മാർ, ഇവിടെ ഒന്നാമതായി അല്ലാഹു എണ്ണിയത് സമ്പത്തിനെ കുറിച്ചാണ്. ഈ സമ്പത്തിന്റെ പേരിൽ ഒരുപാട് പേര് നശിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് നന്നായിട്ടുണ്ട്. മഹാനായ ഹാറൂൺ റഷീദ് ചക്രവർത്തി രാജാവായിരുന്നു. അദ്ദേഹം ഒരു ദിവസം തന്റെ ഭൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരണം. അങ്ങനെ ഭൃത്യൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. രാജാവ് അത് കുടിക്കാൻ വേണ്ടി ചുണ്ടോട് ചേർത്ത് വെക്കുമ്പോ ഭൃത്യൻ പറഞ്ഞു, അല്ല രാജാവേ, നിങ്ങൾ ഈ വെള്ളം കുടിക്കരുത്. ഭൃത്യൻ ഇങ്ങനെ പറഞ്ഞപ്പോ രാജാവ് അത്ഭുതപ്പെട്ടു. വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വെള്ളം കൊണ്ടുവന്നു. കുടിക്കാൻ പോകുമ്പോൾ ഇനി കുടിക്കാൻ പാടില്ല. രാജാവ് ചോദിച്ചു, അതെന്താണ് നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? രാജാവേ, നിങ്ങൾക്ക് ഈ വെള്ളം നിങ്ങളുടെ രാഷ്ട്രത്തിൽ എങ്ങും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? രാജാവ് പറഞ്ഞു, അത് ഞാൻ പുറം നാടുകളിൽ നിന്ന് വെള്ളം വരുത്തും. ഈ നാട്ടിൽ എങ്ങും വെള്ളം കുടിക്കാനില്ലെങ്കിലോ? രാജാവിന് മറുപടിയില്ല. രാജാവ് വെള്ളം കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല രാജാവേ, നിങ്ങൾ ഈ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളം അത് മൂത്രമായി പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ വൈദ്യന്മാരെ വിളിക്കും. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോഴും ഓരോ പ്രാവശ്യം അത് മൂത്രമായി പോകുന്നതിന് നിങ്ങൾ വൈദ്യന്മാരെ വിളിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നിങ്ങൾ വൈദ്യന്മാരെ വിളിച്ച് നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചോരുമല്ലോ. എല്ലാം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഹാറൂൺ റഷീദ് ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. ഒരു ഗ്ലാസ് വെള്ളത്തിനും അത് മൂത്രമായി പോകുന്നതിനും നമ്മുടെ സമ്പത്ത് മുഴുക്കുന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കണം. സമ്പത്തിന്റെ പേരിൽ അഹന്ത നടിക്കുന്നവരുണ്ടെങ്കിൽ, സമ്പത്തിന്റെ പേരിൽ പെരുപ്പം പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കട്ടെ. അല്ലാഹു നൽകിയ സമ്പത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിനും അത് മൂത്രമായി പോകുന്നതിനും മുഴുക്കുന്നില്ല. നിങ്ങളിപ്പോൾ ആഹാരം കഴിച്ചു, അത് മലമായി പോകുന്നു. വെള്ളം കുടിച്ചു, അത് മൂത്രമായി പോകുന്നു. നിങ്ങൾ കഴിക്കുന്നതൊക്കെ കെട്ടിക്കിടക്കുകയാണ്. മലം പോവാതെയും മൂത്രം പോവാതെയും വന്നവർക്കറിയാം അതിൻ്റെ പാട്. ട്യൂബൊക്കെ ഇട്ട് മൂത്രം പോകുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. ഈ ഒരു അവസ്ഥ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. എന്റെ സഹോദരന്മാർ ചിന്തിക്കണം, അല്ലാഹു നൽകിയ സമ്പത്ത്, ഈ സമ്പത്ത് എന്തിനാണ് നമുക്ക് തികയുന്നത്? മഹാനായ കഅബ് ഇബ്നു ഇയാദ് പറയുകയാണ്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നത്തു ഉമ്മത്തി അൽ മാൽ. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഓരോ സമുദായങ്ങൾക്കും നാശമുണ്ട്. മുൻകാലങ്ങളിലുള്ള പല സമൂഹങ്ങളും ലോകത്ത് നശിച്ചു. ആദ് സമൂദ് ഗോത്രങ്ങളൊക്കെ ഈ ലോകത്ത് നശിച്ച് നാമാവിശേഷമായി പോയി. അവരുടെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കിബറിന്റെയും പേരിൽ ഈ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കാൻ കരുത്തുള്ളവര് അല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്
التي لم يخلق مثلها في البلاد. അവരെ പോലത്തവരെ ഈ ലോകത്ത് പടച്ചിട്ടില്ല എന്ന് അല്ലാഹു തന്നെ സമ്മതിക്കുമ്പോ അത്ര ആരോഗ്യവാന്മാര്, കരുത്തുള്ളവര് അവരൊക്കെ നശിച്ചു പോയി ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പേരിൽ. എന്നാൽ അല്ലാഹു പറയുന്നു മുൻഗാമികൾ ഇത്തരത്തിൽ നശിച്ചെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ സമൂഹത്തിന്റെ നാശം സമ്പത്താണ്. സമ്പത്തിന്റെ വേലി, സമ്പത്തിന്റെ കൂടുതൽ എൻ്റെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എൻ്റെ സമൂഹത്തിന്റെ നാശം തുടങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇന്ന് പുലരുകയാണ്. ഇന്നലെ വരെ എൻ്റെ സഹോദരന്മാരെ സാമ്പത്തികമായി താഴേക്കിടയിൽ ജീവിച്ചവർ, സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്നവർ പെട്ടെന്ന് സമ്പത്ത് വരുമ്പോൾ അവര് സർവ്വതിനെയും മറക്കുകയാണ്. അല്ലേ? ഇതൊക്കെ ഖിയാമത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ വരെ സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്നവർ ഇന്ന് സമ്പത്ത് കയ്യിലേക്ക് കടന്നു വരുമ്പോ അവര് പടച്ചവനെ മറന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരൂ നബിയേ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചോ. അതിൽ ഖിയാമത്ത് എന്നാണെന്ന് ചോദിച്ചോ. ഖിയാമത്ത് എന്നാണ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. എന്നിട്ട് ചോദിച്ചു, അല്ലയോ നബിയേ, അതിന്റെ അടയാളങ്ങളൊന്ന് പറഞ്ഞു തരാമോ? മഹാനായ പ്രവാചകൻ പറഞ്ഞു, അന്തലിതല്ലവത്തു റബ്ബതഹാ വഅന്തറൽ ഹുഫാത്തൽ ഉറാത്തൽ ലാലതരിയ അശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ. നബിയേ, അന്തലിതല്ലവത്തു റബ്ബതഹാ, ഒരടിമപ്പെണ്ണ് അവളുടെ സയ്യിദിന്റെ കുട്ടിയെ പ്രസവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കടകവിരുദ്ധമാകുന്ന കാലമാണ്. യാ റസൂലല്ലാഹ്, വീട് ഭരിക്കേണ്ടത് പുരുഷനാണെങ്കിൽ, വീട് ഭരിക്കേണ്ടത് ആണാണെങ്കിൽ, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഭരണം പോയിട്ട് പെണ്ണുങ്ങൾ ഭരണം കയ്യാളുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണം തന്നെ. കാര്യങ്ങൾ കടകവിരുദ്ധമായി പോകുന്നു. വീട്ടിൽ വാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുമ്പോ വാപ്പയുടെയും ഉമ്മയുടെയും അഭിപ്രായത്തിന് വില കൽപ്പിക്കാതെ സ്വന്തം അഭിപ്രായത്തിനൊരു മകൻ നീങ്ങുന്ന കാലം വന്നാൽ കാര്യങ്ങൾ കടകവിരുദ്ധമാകുന്ന കാലം. നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് മുൻകാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കക്കൂസി പോകണമെങ്കിൽ പുരയ്ക്കകത്ത് നിൽക്കുന്നവർ പെട്ടെന്ന് ഓടും പറമ്പിലേക്ക്, അല്ലേ? ഇന്ന് പറമ്പിൽ നിൽക്കുന്നവർ ഓട് പെരയ്ക്കകത്തേക്ക് കക്കൂസി പോകാൻ പറ്റും. കാര്യങ്ങൾ കടകവിരുദ്ധമാവുകയാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ചൂട് വരുമ്പോൾ ജനലെല്ലാം തുറന്നിടും. ഇപ്പോഴോ എല്ലാ ജനലും അടയ്ക്കും. AC ഇടാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും തലതിരിയുകയാണ്. തലതിരിഞ്ഞ ലോകത്തേക്കാട് മനുഷ്യന്റെ ഇന്നത്തെ ജീവിതം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അന്തലിതല്ലമത്തു റബ്ബതഹാ, കാര്യങ്ങൾ കടകവിരുദ്ധമാകുന്ന കാലം വന്നാൽ വഅംതറൽ ഹുഫാത്തൽ ഉറാത്തൽ ലാലതരിയാശാ, ചെരുപ്പ് ധരിക്കാൻ നിവൃത്തിയില്ലാതിരുന്നവര്, മുണ്ടുടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നവര്, ആടിനെ മേയിച്ചുകൊണ്ട് നടന്നവര്, അവരുടെ കാലിൽ നോക്കിയാൽ ചെരുപ്പില്ലാതെ നടന്നതിന്റെ അടയാളം. എത്ര തന്നെ സോപ്പിട്ടാല്, എത്ര തന്നെ മരുന്ന് ഉപയോഗിച്ചാലും മാറാത്ത അവസ്ഥയിൽ കാണാൻ കഴിയുമെങ്കിൽ ഇന്നലകളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചവര് അംതറൽ ഹുഫാത്തൽ ഉറാത്തൽ ലാലതരിയാ അശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ, വലിയ വലിയ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് കിബ്ർ കാണിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഗതിയില്ലാതിരുന്നവർ പെട്ടെന്നൊരു 10 നിലയ്ക്ക് 2 നിലയ്ക്ക് ഒരു വീട് വെച്ചു. എന്നിട്ടോ പേരിന് വാപ്പായ ഒരു ഹജ്ജിനും വിട്ടു. ഉമ്മായ അപ്പോഴേ വാപ്പാടെ കിബറും കൂടും. വാപ്പ പിന്നെ ഒരു ബനിയനോ കെട്ടൊരു പച്ച ബെൽറ്റോ കെട്ടി കസേരയ്ക്കകത്ത് ഇരുത്തേ കണ്ടു കഴിഞ്ഞാൽ ആകാശം പോലും ഇടിച്ചു തറയിടുന്ന ഇരുത്തേരി.
എന്നിട്ട് ആരെങ്കിലും പാവങ്ങൾ, ഇന്നലെ വരെ ഇയാൾക്ക് യാതൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. മക്കള് ഗൾഫിൽ പോയി കാശൊക്കെയായി, 1-2 ഹജ്ജുമൊക്കെ ചെയ്ത് കസേരക്കകത്തേക്ക് ഒരു പാവപ്പെട്ട പിരിനൂരും. പക്ഷെ ഇന്നലെ അയാൾ മറക്കും. അപ്പോ അയാളടുത്ത് ഇവിടുന്ന് വരുന്നത് എന്താ വിലപ്പെടുത്തിയുള്ള ജോലി? ഈ നിലയിൽ ഒരു 250 ചോദ്യം ചോദിച്ചിട്ട് കൊടുക്കുന്ന സംഭവിച്ചായിരിക്കും. ഇല്ല, ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് അയാൾ വിചാരിക്കും ഏതൊക്കെ വലുത് കിട്ടാൻ പോവാന്ന്. ഈ ഒരവസ്ഥ ലോകത്ത് സംജാതമാകുന്നു. അങ്ങനെ ബഹുനില കെട്ടിടങ്ങൾ വെച്ചുകൊണ്ട് ആ കെട്ടിടങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കിബറ് കാണിക്കുന്ന, അഹന്ത കാണിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ ലക്ഷണമാണ്. നബി മുഹമ്മദ് മുസ്തഫ. എന്റെ മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ നാശം സമ്പത്താണ്. സമ്പത്ത് കൂടിയപ്പോഴല്ലേ അവൻ പടച്ചവനെ മറന്നത്. ഇന്നലകളിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്നപ്പോ അവൻ ചിന്തിച്ചിരുന്നത്, റബ്ബേ, എന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, ഞാൻ സദഖ ചെയ്യുമായിരുന്നു എന്നവൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നവന്റെ കയ്യിൽ സമ്പത്ത് വന്നപ്പോ അവന്റെ നിസ്കാരം പോയില്ലേ, അവന്റെ നോമ്പ് പോയില്ലേ, അവന്റെ സൽക്കർമ്മങ്ങൾ പോയില്ലേ, അവന്റെ പാപങ്ങളോടുള്ള കരുണ പോയില്ലേ. ഇന്നലെ വരെ തോളിൽ കൈയിട്ട് കൊണ്ട് നടന്ന പാപങ്ങളെ അവൻ ഉപേക്ഷിച്ചില്ലേ. ഇന്നലകളിൽ അവൻ അന്നം മുട്ടിയ സമയത്ത് കഞ്ഞി കുടിച്ചിരുന്ന വീടുകളെ അവൻ മറന്നുപോയില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകന്റെ നാവിൽ പഞ്ചസാര നുള്ളിയിട്ട് കൊടുക്കണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പറയുന്നതൊന്നും പാടിയിട്ടില്ല. ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിന്റെ നാശം സമ്പത്താണ്. ഈ സമ്പത്ത് കൊണ്ട് നല്ലൊരു വിഭാഗം ആൾക്കാർ നശിച്ചു പോയിട്ടുണ്ട്. നശിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ ഒരു സമൂഹത്തെ സൽവഴിയിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഅലബ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സഅലബത്ത് ബിൻ അബി ഹാത്തിബ് എന്നാണ് എൻ്റെ ഫുൾ പേര്. അദ്ദേഹം നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ ഉടൻ പെട്ടെന്നിറങ്ങി വീട്ടിലേക്ക് ഓടുമായിരുന്നു. പെട്ടെന്നിറങ്ങി വീട്ടിലേക്ക് സഅലബ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ഒരു ദിവസം, അല്ല സഅലബ, നിനക്ക് അല്ലാഹുവോടൊന്നും ചോദിക്കാനില്ലേ? നീ എന്താണ് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് ഓടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ സഅലബ പൊട്ടിക്കരയുകയാണ്. സഅലബയുടെ മറുപടി ഒരു കരച്ചില. ഇത് കണ്ട് പ്രവാചകൻ ചോദിച്ചതും കൂടി അബദ്ധമായി പോയോ എന്ന് മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അല്ല സഅലബ, നീ കരയാതെ കാര്യം പറയുക. എന്താണ് നീ നിലവിളിക്കുന്നത്? എന്തിനാണ് നീ പള്ളിയിൽ നിന്ന് ദുആ ചെയ്യാതെ പോകുന്നത് സഅലബ? ഈ സമയം സഅലബ പറയുന്നു, അല്ല റസൂലേ, ഞാൻ ഈ ഇട്ടിരിക്കുന്ന പുടവ കണ്ടോ നബിയേ? ഈ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എൻ്റെ വീട്ടിലില്ല റസൂലേ. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നഗ്നയാണ് നബിയേ. ഞാൻ നിസ്കരിച്ചിട്ട് എൻ്റെ ഈ വസ്ത്രം കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ കഴിയൂ റസൂലേ. അത്രത്തോളം എൻ്റെ അവസ്ഥ മോശമാണ് യാ ഹബീബല്ലാഹ്. ഉടുതുടിക്ക് മറുതുടിയില്ല നബിയേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ ഫൈന റസൂലുള്ളാഹി റസൂലില്ലാഹി തദ്രിഫാൻ, അല്ലാഹുവിൻ്റെ റസൂലും കരഞ്ഞുപോയി. ഈ സമയം അല്ലാഹുവിൻ്റെ റസൂലിനോട് സഅലബ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി അങ്ങൊന്ന് പടച്ചവനോട് പറയുമോ നബിയേ? ഈ പാവം സഅലബയ്ക്ക് സമ്പത്ത് വരാൻ അങ്ങൊന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലയോ സഅലബ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യം ഇതാണ് സഅലബ. മറുമാർഗം നീ
നീ ചോദിക്കണ്ട സഅലബ. ഈ സമയം സഅലബ വീണ്ടും പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എത്ര തന്നെ സമ്പത്ത് വന്നാലും ഞാൻ അല്ലാഹയെ മറക്കില്ല നബിയേ. വയുഅദ്ദി മിൻഹു കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖാ, ഞാനതിന്റെ കറക്റ്റായി തന്നെ ചിലവഴിക്കാം നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഅലബ വാക്ക് പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകന്റെ ദുആ ഒരിക്കലും തള്ളപ്പെടാത്ത ദുആ ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുകരങ്ങളും ജഗത്തികന്താവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഈ സഅലബയ്ക്ക് സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ ചിന്തിക്കണം, ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഉദാഹരണമാണിത്. അല്ലാഹുവിന്റെ റസൂലിനോട് വാക്ക് പറയുകയാണ്, പ്രവാചകൻ ദുആ ചെയ്തു, അങ്ങനെ സഅലബയ്ക്ക് ഒരു ആടിനെ കിട്ടി. ഇന്ന് പലരും പറയാറുണ്ടല്ലോ, പള്ളിയിലേക്ക് വരാൻ വേണ്ടി വിളിക്കുമ്പോൾ അത് വരാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ജോലിയുണ്ട്, കച്ചവടമുണ്ട്, ആ മുസ്ലിയാർക്ക് വല്ലതൊക്കെ പറയാം, എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, ഇവരൊക്കെ പറയുന്നവരുണ്ട്. മുസ്ലിയാരെ ഈ ചെറുപ്പക്കാരെയൊക്കെ ഇളക്കി വിട്ടേക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ തന്നെയാണ് വിട്ടിട്ടുള്ളത്, സംശയമൊന്നുമില്ല, ഞാൻ തന്നെയാണ് വിട്ടത്. എന്തിനാണ്? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കാനാണ്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ കടന്നവരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ സഅലബ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സത്യം ചെയ്യുമ്പോ സഅലബയ്ക്ക് ഒരാടിനെ അല്ലാഹുവിന്റെ റസൂലുക്ക് ദുആ ഫലമായി കിട്ടുകയാണ്. എന്നിട്ട് ആട് രണ്ടാകുന്നു. ചരിത്രം ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ സഅലബയ്ക്ക് ആടിൻ പറ്റങ്ങളായി മാറുകയാണ്. സഅലബയ്ക്ക് ആടിൻ പറ്റങ്ങളായപ്പോ സഅലബ പിന്നെ പള്ളിയിലേക്ക് പോകാതെയാവുകയാണ്. ഒരു വഖത്തിനുണ്ട്, ഒരു വഖത്തിന് വരും, ബാക്കി 4 വഖത്തിനും ഇല്ല. കാരണം ആടിനെ പിഴിയുന്ന ജോലി, ആടിനെ അഴിച്ചു കിട്ടുന്ന ജോലി, സമ്പത്ത് വന്നപ്പോൾ പടച്ചോൻ്റെ പള്ളിയായിട്ടുള്ള ബന്ധം കുറഞ്ഞു. അപ്പോൾ നമ്മുടെ നാസർക്ക് രാവിലെ കച്ചവടം കഴിഞ്ഞ് പള്ളി വരാൻ പറ്റും. നേരെ മറിച്ച് ആ കടയെന്ന് വിശാലപ്പെടുത്തി പൊറോട്ട ഇറച്ചിയും ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ ആയുള്ള അവസ്ഥ എന്തായിരിക്കും? ഒട്ടും പള്ളി വരാൻ പറ്റില്ല, അങ്ങ് നിർത്തും. കാരണം എന്താ? കാശ് കൂടി വരുമ്പം പരിപാടി വേണ്ടാന്ന് നോക്കും. കാരണം എന്താ? അവിടെ പോയി നിസ്കരിച്ച് അത്രയും സമയം നഷ്ടപ്പെടും. ഇവിടെ 10 കസ്റ്റമർ വന്നാൽ ബിരിയാണി കൊടുക്കാം, ചായ കൊടുക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നു. അങ്ങനെ സഅലബ പള്ളിയിൽ വരാതെ ആയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വേദന കൊണ്ട് പറയുന്നു, വാ സഅലബ, സഅലബയ്ക്ക് പറ്റിയ കേടേ, സഅലബയ്ക്ക് പറ്റിയ നാശമേ. എന്റെ സഹോദരന്മാരെ, അവസാനം സക്കാത്തിന്റെ ആയത്തിറങ്ങുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഖുദ് മിൻ അംവാലിഹിം വഅൻഫുസിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്തിന്റെ ആയത്ത് അവതരിക്കുമ്പോ ഹബീബുനാ വശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് പേരെ വിളിക്കുന്നു, ബനു ജുഹൈനയും ബനു സുലൈമും ഗോത്രത്തിൽപ്പെട്ട 2 പേരെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ 2 പേരും സഅലബയുടെ സക്കാത്ത് തരാൻ പറയണമെന്ന് പറഞ്ഞയക്കുമ്പോൾ ഇന്നലെ പാവപ്പെട്ടവനായിരുന്ന സഅലബയുടെ മുന്നിൽ, ഇന്നത്തെ കോടീശ്വരനായ സഅലബയുടെ മുന്നിൽ, ഇന്നലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഅലബയുടെ മുന്നിൽ, ഇന്നത്തെ കോടീശ്വരനായ സഅലബയുടെ മുന്നിൽ ഈ 2 പേരും വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇത്ര വിഹിതം സക്കാത്തായി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സഅലബത്ത് ബിൻ അബീ ഹാത്തിബ് പറയുന്ന മറുപടി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ എൻ്റെ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ ആർക്ക് കൊടുക്കണമെന്നാണോ ഈ പറയുന്നത്? അതിന് സാധ്യമല്ല എന്ന് സഅലബത്ത് ബിൻ അബീ ഹാത്തിബ് പറയുമ്പോൾ
എടോ ഇന്നലെ 1 ലക്ഷം രൂപ നിന്റെ മകളെ കെട്ടിക്കാൻ സ്വർണ്ണക്കടയിൽ കൊടുക്കാൻ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നീ കായംകുളം മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള സർവ്വ സ്ഥലങ്ങളും കയറി ഇറങ്ങിയിട്ടോ അവസാനം 1 ലക്ഷം രൂപ കിട്ടാതെ വലഞ്ഞിരുന്ന നീ ഇന്ന് നിന്റെ ഏറ്റവും ഇളയ മകളെ കെട്ടിക്കുമ്പോ 200 പവൻ കൊടുക്കുമ്പോ എടോ എന്തുകൊണ്ടാ ഇന്നലെ നീ 1 ലക്ഷം രൂപയ്ക്ക് ഓടിയ വിഷമം മറന്നുപോയോ? നിന്റെ മൂത്ത മകളെ കെട്ടിക്കാൻ 1 ലക്ഷം രൂപയ്ക്ക് കായംകുളം മുതൽ കരുനാഗപ്പള്ളി വരെ നീ കയറി ഇറങ്ങിയെങ്കിൽ നിന്റെ ഏറ്റവും ഇളയ മകളെ കെട്ടിക്കുമ്പോ നീ 200 പവൻ കൊടുത്തുകൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ഇന്നലത്തെ അവസ്ഥ ഓർത്തുകൊണ്ട് എന്റെ മകളെക്കാൾ പ്രായമുള്ളവര് ഈ നാട്ടിൽ വേറെ ഉണ്ടല്ലോ, അവരെ കൂടി കെട്ടിക്കാൻ ഞാൻ തയ്യാറെടുക്കണമെന്ന് എന്തേ നീ ചിന്തിക്കാത്തത്? എന്തേ നീ പാവങ്ങളെ മറക്കുന്നത്? എന്തേ നീ പാവങ്ങളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുന്നത്? എന്തേ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരിലേക്ക് നീ ഇറങ്ങാത്തത്? എടാ നിന്റെ റബ്ബ് നാളെ പിടിച്ചു നിർത്തോ, കൈകെട്ടണം. നീ അള്ളാന്റെ മുമ്പിൽ നീ സമാധാനം പറയണോ? രാത്രികളില് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായിടുമ്പോ മഴ പെയ്ത് നിസ്കാരപ്പായിലേക്ക് വെള്ളം വീഴുന്ന ആയിരക്കണക്കിന് പാവങ്ങൾ നിന്റെ നാട്ടിലുള്ളപ്പോ അവരെ നീ പരിഗണിച്ചില്ലെങ്കിൽ എന്റെ പൊന്നുമോനെ നീ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇവിടെ സഅലബത്ത് ഇബ്നു അബീ ഹാത്തിബ് ചോദിക്കുന്നു, ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് ഞാൻ കൊടുക്കണോ? അങ്ങനല്ലേ ഇപ്പൊ ഇരിക്കുന്ന സാധുക്കളുടെ അവസ്ഥ? അവരൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ? അടച്ചോനെ എൻ്റെ കൈ വന്നെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷേ ഇവരെ നാളെ രാവിലെ ഒരു വിസ എടുത്തൊന്ന് ഗൾഫിലോട്ട് വിടട്ടെ, അവിടെ ചെന്നൊരു നല്ല ജോലിയെ കിട്ടി, പെട്ടെന്ന് തന്നെ അടുത്തൊരു എത്തിങ്കാന കണ്ടു, അറബി അവിടെ ആക്കി. എൻ്റെ സഹോദരന്മാരെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അവർ ഈ പഴമയങ്ങ് മറക്കും അല്ലേ? പിന്നെ അള്ളാഹ് പള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞാലോ, പാവങ്ങളെ സഹായിക്കാൻ പറഞ്ഞാലോ, ഇത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ പൂർവ്വപിതാക്കർ, നമ്മുടെ മാതാവിൻ്റെ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ പിതാവൊക്കെ ചെറ്റക്കുടിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ദുആ ചെയ്തതിൻ്റെ ഫലമാണ് നാം ഇന്ന് സന്തോഷകരമായി കഴിയുന്നത്. അവർ ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ല, അവർ കാറിൽ യാത്ര ചെയ്തിട്ടില്ല, അവർ സുസ്ഥമായി AC ഇട്ട് സഞ്ചരിച്ചിട്ടില്ല. പക്ഷെ അവർ ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവരെ ഞങ്ങളുടെ ഈ പ്രയാസങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ലേ എന്ന്. അതിൻ്റെ സന്തോഷമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് എങ്കിൽ അതുപോലെ താഴെ തട്ടിലുള്ള ആൾക്കാരെ നാം ഒരു 2 നിലയ്ക്ക് സുന്ദരമായ കെട്ടിടം വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഒരു മതിലിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ നിന്റെ വീടിൻ്റെ തൊട്ടയിലത്തോ സ്വസ്ഥമായിട്ട് താമസിക്കാൻ താമസിക്കാൻ ഒരു വീടില്ലാതെ കിടക്കുന്ന പാവപ്പെട്ടവന് നിസാരമായ 2 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെച്ചു കൊടുത്തിട്ടോ നീ ഈ വലിയ പണി കാണിച്ചെങ്കിൽ തീർച്ചയായും നിന്നെ അംഗീകരിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ മുഅ്മിനേ, ഇത് മലാഹിരിയുടെ വർത്തമാനം മാത്രമല്ല, നിങ്ങൾക്കൊരു പക്ഷേ എൻ്റെ നേരെ ആക്ഷൻ നടപ്പിലാക്കാൻ സാധിച്ചേക്കും. പക്ഷേ രാജാതിരാജനായ അല്ലാഹു ഉണ്ടല്ലോ, അവന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. സത്യം പറയുന്നതിൽ എന്നെ പിന്തിരിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. രാജാതിരാജനായ പടച്ചവനല്ലാതെ എന്റെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം തീരിനു വേണ്ടി ശക്തമായിട്ട് സത്യസന്ധമായി വർത്തമാനം പറയുന്ന വിഷയത്തിൽ ഒരു കടുകിട പോലും വ്യതിചലിക്കുന്ന ഭർത്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എന്റെ മുഅ്മിനീങ്ങളെ, സഅലബത്ത് ഇബ്നു അബീ ഹാത്തിബിന് സമ്പത്ത് കൊടുത്ത പടച്ചവനെ സഅലബ മറന്നപ്പോ അല്ലാഹുവിന് വേണ്ടി ഇറക്കിയ ആയത്ത് കണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമിൻഹും മൻ അഹദല്ലാഹ് ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ വലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ബഖിലൂ ബിഹി വതവല്ലൂ വഹും മുഅ്രിദൂൻ. അല്ലാഹു പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് ഈ 2 പേര് വന്ന് പറയുമ്പോ പ്രവാചകന്റെ വിഷമം കൂടുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വേദന കൂടുകയാണ്. പ്രവാചകൻ വിഷമിച്ചിരിക്കുമ്പോൾ
ഇതാ വരുന്നു ജിബ്രീൽ. നബിയെ, ആ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിലുണ്ട് റസൂലേ ചിലര്. അവർ അല്ലാഹുവിനോട് കരാർ ചെയ്യും നബിയേ, അവർക്ക് സമ്പത്ത് വന്നാൽ അവർ ചിലവഴിക്കാമെന്ന് പടച്ചവനോട് കരാർ ചെയ്യും നബിയേ. വലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ബഖലൂ ബിഹി വതവല്ലൗ വഹും മുഅ്രിദൂൻ. അവർക്ക് അല്ലാഹു തആല സാമ്പത്തികമായ കഴിവുകൾ കൊടുക്കുമ്പോ അവർ പിശുക്ക് കാണിക്കും നബിയേ. അവർ നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം മറന്നുകൊണ്ട് തിരിഞ്ഞു കളയും. യാ റസൂലല്ലാഹ്, അവരെ മുനാഫിഖീങ്ങളാണ് നബിയെ, കപടന്മാരാണ്. അങ്ങനത്തെ കപടന്മാർ പലരും ഉണ്ട്. പുറമേ കാണുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ഹൃദയം ശരിയല്ല. ഇത് കപടന്മാരുടെ സ്വഭാവമാണ്. അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹം ഹൃദയത്തിൽ തട്ടിയല്ല റസൂലേ പറഞ്ഞിട്ടുള്ളത് എന്ന് അല്ലാഹു ആയത്തിറക്കിയപ്പോ സലബ മുനാഫിഖാണെന്ന ആയത്ത് വന്നപ്പോ സലബക്ക് പ്രയാസം കേറിയെന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ ഒരു അസുഖം വരുമ്പോൾ ചിലവൻ പഠിക്കും അല്ലേ? ഒരു കായ്ക്കും ഒരു കാശും ആർക്കും കൊടുക്കാതിരിക്കുന്നവർ, എന്തെല്ലാം പറഞ്ഞാലും വലിയാത്തവർ, അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും പള്ളിയിലേക്ക് വരാത്തവർ, നല്ലൊരു ക്യാൻസർ രോഗം അല്ലാഹു കൊടുക്കട്ടെ, എഴുന്നേറ്റിരിക്കാൻ നിവൃത്തിയില്ലാതെ, അല്ലാഹ് ഞാൻ നിസ്കരിക്കാം, ഒരു വക്കത്തും മുടക്കത്തില്ല, സാധേ ഒന്ന് പാരക്കണേ, വേദന സഹിക്കാൻ വയ്യ. എടോ, മുമ്പ് ഇത് പറഞ്ഞതല്ലേ? മുമ്പ് നിസ്കരിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അള്ളാന്റെ വഴിയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞില്ലേ? സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ നിങ്ങൾ മറന്നു കളഞ്ഞുവല്ലോ. അങ്ങനെ സലബ മുനാഫിഖാണെന്ന് ആയത്ത് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിലും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിലും ഈ സലബ സമ്പത്തുമായി വന്നു. അവരാരും സ്വീകരിച്ചില്ല. അവസാനം ഈ ലോകത്ത് നിന്ന അവസ്ഥയിൽ തന്നെ സലബ മരണപ്പെട്ടു പോയി എന്ന് ചരിത്രം പറയുന്നുവെങ്കിൽ എൻ്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എൻ്റെ സമൂഹത്തിന്റെ നാശം സമ്പത്താണ്. ഈ സമ്പത്തിന്റെ പേരിൽ എൻ്റെ മനുഷ്യന്മാർ നശിച്ചു പോകാനിടയുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു മുഖേന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ സഈദുൽ ഖുദരി പറയുന്നു, ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ. ഒരു ദിവസം മഹാനായ പ്രവാചകൻ മിമ്പറിന്റെ മീതെ പ്രസംഗത്തിന് വേണ്ടി ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ സ്വഹാബാക്കളാകുന്ന ഞങ്ങൾ എല്ലാവരും വജലസ്നാ ഹൗലഹു, പ്രവാചകന്റെ ചുറ്റുഭാഗത്തും ആ പ്രവാചകന്റെ പ്രസംഗം ശ്രവിക്കാൻ വേണ്ടി കാതോർത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി മാ യുഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി, ഞാൻ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ, അതെ എൻ്റെ ഭൗതിക ശരീരം ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ വർണ്ണപ്രപഞ്ചത്തിന്റെ ആർഭാടങ്ങളുണ്ടല്ലോ, അതിന്റെ ആഡംബരങ്ങളുണ്ടല്ലോ, അതെന്റെ സമൂഹത്തിന്റെ മേൽ തുറക്കപ്പെടലാണ് ഞാൻ പേടിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരന്മാർ ചിന്തിക്കുക, ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് വർണ്ണപ്രപഞ്ചത്തിന്റെ ആർഭാടപരമായ ജീവിതം എൻ്റെ ഉമ്മത്തിന്റെ മേൽ തുറക്കപ്പെടലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ സമൂഹത്തിന് ആർഭാടപരമായ ജീവിതം ഉണ്ടായിട്ടല്ലേ അവൻ പടച്ചവനെ മറന്നു കളഞ്ഞത്. എന്തുകൊണ്ടാ ഒരാൾ കള്ളു കുടിക്കുന്നത്? ചിലർ പറയാം അയാൾ പാവപ്പെട്ടവൻ എന്നിട്ട് കള്ളു കുടിക്കുന്നല്ലോ. കള്ളു കുടിക്കാൻ 100 രൂപ അല്ലാഹു കൊടുത്തോണ്ടല്ലേ? ഇല്ലെങ്കിലോ? കള്ളു കുടിക്കാൻ വേണ്ടി 100 രൂപ പടച്ചവനായി കൊടുത്തതുകൊണ്ടല്ലേ?
ഇല്ലെങ്കിൽ അയാൾ കുടിക്കുവോ? അള്ളാഹു കൊടുത്തത് കൊണ്ടല്ലേ. തീരെ താഴേക്കിടയിലുള്ളവർക്ക് വരെയും ഇന്ന് ജീവിക്കാനുള്ള മാർഗങ്ങൾ, മാർഗരേഖകൾ, രൂപരേഖകൾ അള്ളാഹു കാട്ടിക്കൊടുത്തത് കൊണ്ടല്ലേ മുഅ്മിനേ അവനെ എതിർത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നത്. അള്ളാഹു ഈ ദുനിയാവിന്റെ ആർഭാടങ്ങളും ആഡംബരങ്ങളും ആഡംബര ജീവിതങ്ങളോ നമുക്ക് തുറന്നു തന്നപ്പോ അള്ളാഹുവിനെ നാം പാടെ മറക്കുകയല്ലേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റളിയല്ലാഹു തആല അൻഹു മുഖേന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അത്തൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അൽഹാഖുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്തുത് തകാസുർ പാരായണം ചെയ്യുകയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, പ്രവാചകന്റെ സവിധം ചെല്ലുമ്പോൾ പ്രവാചകൻ സൂറത്തുത് തകാസുർ, എന്താണ് ഈ സൂറത്തുത് തകാസുർ? അൽഹാഖുമുത് തകാസുർ, നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു. അത്തകാസുറു ഡംബു പറച്ചിൽ, ഫഖ്റു പറച്ചിൽ. നിങ്ങളെ ഖബറിടം സന്ദർശിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുന്നു. എല്ലാവരും പറയും ഞാൻ ആരാണ്, എൻ്റെ മഹത്വം എന്താണ്, ഇങ്ങനെ ഓരോരുത്തരും പറയും. നമ്മളൊരു പള്ളിയിൽ ചെന്നാൽ ആ ഏരിയയിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാർ മൊത്തം പറയും ഈ പള്ളി എൻ്റെ ഉപ്പ വെച്ചതാണ്. അടുത്ത ആളെ ഉസ്താദെ ഇത് എൻ്റെ ഉപ്പ വെച്ചതാണ്, കഷ്ടപ്പാട് മൊത്തം എൻ്റെ ഉപ്പാക്ക. അങ്ങനെ ഒരു 100-300 പേരാകുമ്പോൾ നമ്മൾ ഇരിക്കും പടച്ചവരെ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ഉപ്പ ഒന്നാന്ന് തോന്നുന്നു. കാരണം എന്തായാലും ഒരു ഉപ്പല്ലേ വെക്കുന്നത്. ഈ ഒരു പറച്ചിൽ ഒരാൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുക, അയാൾ എത്ര ഹജ്ജിന് പോയി എന്ന് അയാളുടെ വർത്താനത്തിനുള്ളിൽ നമുക്ക് കിട്ടും. ഹജ്ജിൻ്റെ എണ്ണം ഉറപ്പാണ്. എന്തെല്ലാം സ്വതക്ക ചെയ്യുന്നോ അത് കിട്ടും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മഹിമ പറച്ചിൽ, അവരവരുടെ രമ്പ് പറച്ചിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. അവരെ ഖബറിടം സന്ദർശിക്കുന്നത് വരെ ഈ ആയത്തോതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫനൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅംലൈത. റവാഹു മുസ്ലിമുൻ ഔ ഖബ സയ്യിദുനാ റസൂലുള്ളാഹി. പ്രവാചകന്റെ ചോദ്യം നിങ്ങൾ കേൾക്കണം. ലോകത്ത് ഇന്ന് വരെയുള്ള മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഓ മനുഷ്യ, ഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫനൈത. ഓ മനുഷ്യ, നീ തിന്ന് നശിപ്പിച്ചതല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? നീ തിന്ന് നശിപ്പിച്ചത് നിന്റേതാണ്. നാളേക്ക് വേണ്ടി ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നത് നിന്റേതെന്ന് പറയാൻ കഴിയോ? ടൺ കണക്കിന് ഇറച്ചി കൊണ്ടുവന്ന ഓരോരുത്തർ വീട്ടിൽ വെച്ചിരുന്നത്. എന്നാലും അയലത്ത് കൊടുക്കത്തില്ല, അയൽവക്കക്കാരന് കൊടുക്കൂല. അയലത്തൊന്നും മീൻ കിട്ടിയില്ല, എവരുടെ ഭർത്താവിച്ച് നല്ല മീൻ മേടിച്ചോണ്ടെന്ന് നോക്കുക. അപ്പൊ അയലത്തുള്ള എടേ എന്തോ മീൻ കിട്ടി, ഓനോട് വരുന്നത് പെട്ടെന്ന് മറച്ചം കിട്ടും. കണ്ട ഇപ്പൊ കണ്ടുവിടും, പിന്നെ കൊതിയ മറച്ചം കിട്ടും. ഓ ഒന്നും കിട്ടിയില്ല, പറച്ചിൽ കാണുമ്പോൾ അവളെ പോയി പിന്നെ എടുക്കും. മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മനുഷ്യ ഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫനൈത. നീ തിന്ന് നശിപ്പിച്ചതല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും എല്ലാം ഇസ്ലാമിന് വേണ്ടി കൊടുത്തവരാണ്. അവർ വിശന്നതുപോലെ നമ്മൾ വിശന്നിട്ടില്ല. ആരാണവർ? അവരെ അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരൊക്കെ കോടീശ്വരന്മാരായിരുന്നു. അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറ്റിയിട്ടവരെ നല്ല വഴിക്ക് അല്ലാഹു റസൂൽ കൊണ്ടുവന്നു. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകമാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, മർത്യരക്തക്കറ പറ്റിയതും ത്രയിൽ മണ്ഡം തൊരസ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശഭാവല്യത്തിൽ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധക, അങ്ങയെ ചൂടുമോരായിരം
ആയിരമോർമകൾ ആത്മഹർഷം പുകച്ചെത്തുമീ മാത്രയിൽ ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ. സുകുമാർ കക്കാട് പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശക്കാൻ പര്യാപ്തനാക്കിയവരെ മാറ്റിയത് എങ്ങനെയാണ്? അവരുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം ദാത വൈചിത്ര്യങ്ങൾ ഏകമാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക, ജീവന്റെ ഭിന്ന ശബ്ദങ്ങളെ വിഭിന്ന സ്വരങ്ങളെ ഏകമാംസത്തിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുലച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, എന്റെ സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും പരസ്പരം കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുലച്ചാത്ര ഗോത്രക്കുറുമ്പ് ജാതി പിശാചിനെ കാട്ടിലെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊക്കെ സത്യത്തിന്റെ വാഹകരാക്കിയില്ലയോ? ലോകത്ത് നന്മ വിതറാൻ, മനുഷ്യരെ നൽവടി സൽവടിയിലേക്ക് നയിക്കാൻ യഥാർത്ഥ മുഅ്മിനീങ്ങളാക്കി അവരെ മാറ്റിയില്ലയോ? 3 ഡബ്ല്യുവിന് വേണ്ടി ജീവിച്ചിരുന്നവര്, അതേ വൈൻ ആൻഡ് വിമൺ വാർ, മദ്യം പെണ്ണ് യുദ്ധം എന്നറിയപ്പെടുന്ന 3 ഡബ്ല്യുവിന് വേണ്ടി ജീവിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന ചരിത്രകാരന്മാർ മുഴുവനും വിശേഷിപ്പിച്ച കാലഘട്ടത്തിലെ ആ സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൽവഴിയിലേക്ക് കൊണ്ടുവന്നില്ലയോ? അവരല്ലയോ മനുഷ്യരെ സ്നേഹിച്ചവര്? അവരല്ലയോ സമൂഹത്തിന് നന്മ ചെയ്തവര്? അവരുടെ പാതയല്ലയോ നാം പിൻപറ്റേണ്ടത്? ഈ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു കോടിക്കണക്കിന് സമ്പത്തുമായി ഇസ്ലാമിലേക്ക് വന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടുപേരും അതാ ഒരു വഴിയുടെ ഓരത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സഹോദരന്മാര് ചിന്തിക്കണം, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഒരു വഴിയുടെ ഓരത്തിരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ പ്രവാചകൻ നടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാ. അല്ല അബൂബക്കറേ, അല്ല ഉമറേ, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാത്രി സമയം ഇങ്ങനെ ഇറങ്ങി വന്നത് എന്ന് ചോദിച്ചപ്പോ അബൂബക്കറും ഉമറും രണ്ടുപേരും പറയുന്നു, അൽജൂ യാ റസൂലല്ലാഹ്, വിശപ്പാട് നബിയേ, വിശപ്പ് കൊണ്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല റസൂലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഈ രണ്ടുപേരും പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ രാത്രി ഇറങ്ങി വന്നത് എന്താണ് എന്ന് എവർ ചോദിക്കുമെന്ന് മനസ്സിലാക്കി മഹാനായ പ്രവാചക പുങ്കവരെ, അതേ ലക്ഷത്തിൽ പരം വരുന്ന അനുയായി വൃന്ദത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഅഖ്റജല്ലദീ അഖ്റജകുമാ. ഓ അബൂബക്കറേ, അല്ല ഉമറേ, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ഇറങ്ങി വന്നത്? അതേ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഇറങ്ങി വന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഉഹുദ് മല അങ്ങക്ക് സ്വർണ്ണമാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട ജിബ്രായീൽ,
എന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന് AC റൂമിൽ കിടക്കാമായിരുന്നില്ലേ? അള്ളാന്റെ റസൂലിന് ആഹാരങ്ങൾ അവിടെ എത്തുമായിരുന്നില്ലേ? നമ്മുടെ നേതാവ് ഒരുപാട് വിഷമം സഹിച്ച നേതാവാണ്, ഒരുപാട് പ്രയാസം സഹിച്ച നേതാവാണ്. ഇത് പറയുക മാത്രമല്ല, ഹല്ലക യ ബിനാദം മിൻ മാലിക ഇല്ലാ മാ കൽതാ ഫഫനൈതാ. ഓ മനുഷ്യ, നിങ്ങൾ ധരിച്ച് കീറിക്കളഞ്ഞതല്ലാതെ നിങ്ങളുടേതെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുക മാത്രമല്ല, അള്ളാന്റെ റസൂല് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തതല്ലേ വിശന്നൊട്ടിയ വയറുമായി ഖന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ സ്വഹാബത്തിന് വിശപ്പ് സഹിക്കാതായിട്ട് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ കാലിൽ കിടന്ന ചെരുപ്പുകൾ വരെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അവർ തിന്നേണ്ട ദുരവസ്ഥ വന്നപ്പോൾ അവരുടെ വയറുകളില് വിശപ്പിന്റെ കൂടുതൽ കൊണ്ട് കല്ല് വെച്ച് കെട്ടിയപ്പോ ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ അള്ളാന്റെ റസൂലിനോട് ആവലാതിയുമായി കടന്നു വന്ന് അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് വിഷപ്പെട്ടും സഹിക്കുന്നില്ല നബിയേ എന്ന് മഹാനായ പ്രവാചകരോട് പറഞ്ഞപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയുന്നു, അല്ലയോ നബിയേ, ഞങ്ങളുടെ വയറുകളുടെ ഉള്ളിൽ കല്ലുകൾ നിറഞ്ഞു പോയി, കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് നബിയേ. ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ തന്റെ ഖമീസ് പൊക്കിയിട്ട് പറഞ്ഞു, സഹാബാ, നിങ്ങളുടെ വയറുകളിലുള്ള കല്ലിനേക്കാൾ എന്റെ വയറിൽ ഞാൻ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അനുയായികളെ വിഷമിപ്പിച്ചിട്ട്, അനുയായികളെ ദുഃഖിപ്പിച്ചിട്ട് ആഹരിച്ചതല്ല ഈ നബി മുഹമ്മദ് മുസ്തഫ. ഈ നബി അല്ലയോ നമ്മോട് പറഞ്ഞത്, എന്റെ സഹോദരന്മാരെ, ജോലിക്കാരനോട് മയം കാട്ടടേ, വീട്ടിൽ വരുന്ന ജോലിക്കാരനോട് മയം കാട്ടടേ എന്ന് ലോകത്തിന് പഠിപ്പിച്ചു തന്ന മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. എന്റെ മുഅ്മിനീങ്ങളെ ചിന്തിക്കുക, ഈ സമയം ഈ ഖന്തക്കിന്റെ കിടങ്ങ് കീറാൻ ഒരടി പോലും കഴിയില്ലെന്ന് പറഞ്ഞ സ്വഹാബ എഴുന്നേറ്റില്ലേ, ഏകസ്വരത്തിൽ പാടിയില്ലേ, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഓ റസൂലേ, ഞങ്ങളുടെ ഈ ശ്വാസം എക്കാലം നിലനിൽക്കുമോ ആ കാലം അത്രയോ അങ്ങയോടൊപ്പം യുദ്ധത്തിലായി ഞങ്ങളിതാ ബൈഅത്ത് ചെയ്യുന്നു റസൂലേ. അങ്ങ് എവിടെ വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ് നബിയേ എന്ന് ഈ സ്വഹാബാക്കളൊക്കെയോ ഏകസ്വരത്തിൽ പറഞ്ഞെങ്കിൽ ഈ അള്ളാന്റെ റസൂല് കിടന്നത് നിങ്ങൾക്ക് എവിടെയാണെന്നറിയുമോ? ഒരു വലിയ മെത്തയിൽ കിടന്ന പ്രവാചകരല്ല, രാഷ്ട്രത്തിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലോ, ഒരു രാഷ്ട്ര പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലോ അവരുടെ ശയ്യകൾ എത്രയോ സുരക്ഷിതത്വമുള്ളതാണ്, എത്രയോ രസകരമായതാണ്, എത്രയോ മാർദ്ദവമുള്ളതാണ്. പോട്ടെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എത്ര പാവപ്പെട്ടവനാണെങ്കിലോ എത്ര നല്ല കിടക്കയാണ് നമുക്കുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പന ഓലയിൽ കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഈന്തപ്പന ഓല കിടപ്പാട് വന്നപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ലവിത്തഖദിനാ വിതാഅൻ ലക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങക്ക് ഞങ്ങളൊരു വിരിപ്പുണ്ടാക്കി തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മാലി വലിദ്ദുനിയാ. ഓ സ്വഹാബാ,
ഞാനും ഈ വർണ്ണപ്രപഞ്ചവുമായി എന്തു ബന്ധമാണുള്ളത് സ്വഹാബത്തെ? ഞാൻ ഈ വർണ്ണപ്രപഞ്ചത്തില് ഒരു യാത്രാ സംഘത്തിൽ അംഗമായി വന്നവരല്ലയോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകൻ നമ്മോട് ചോദിക്കുന്നു. മനുഷ്യ, ഓരോ മനുഷ്യന്മാരും എപ്പോഴും വിളിച്ചു പറയുന്നു മാലി മാലി, എന്റെ സമ്പത്തേ എന്റെ സമ്പത്തേ. എപ്പോഴും മനുഷ്യന്റെ ചിന്ത സ്വന്തം സമ്പത്തിനെ കുറിച്ചാണ്. നമ്മൾ പള്ളി നിസ്കരിക്കാൻ കയറി പുറത്ത് നമ്മൾ ഉപയോഗിച്ച വണ്ടിയെ പോലത്തെ ഒരു വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി. താക്കോലുണ്ടോ നോക്കും. വണ്ടി വല്ലോടെയാ, പെട്ടെന്ന് താക്കോലുണ്ടോ? ഉണ്ട്. കൈയ്യട്ടി. നമ്മുടെ നിസ്കാരത്തിന്റെ പവറാണ്. യഖൂലു ഇബ്നു ആദം മാലി മാലി. മനുഷ്യന്മാരെപ്പോഴും വിളിച്ചോതി പറയുന്നു എൻ്റെ സമ്പത്തെ എൻ്റെ സമ്പത്തെ. നമ്മുടെ സഹോദരിമാരുമായിട്ട് എവിടെങ്കിലും നിങ്ങളൊന്ന് കല്യാണത്തിനോ പാലുകാച്ചിനോ പോയി നോക്ക്. രാവിലെ അവർ സുഖമായിട്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. ളുഹറിൻ്റെ സമയമാകുമ്പോഴും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അസറാകുമ്പോഴും പ്രശ്നമില്ല. ഒരു മഴയൊക്കെ വരുന്ന ലക്ഷണം, ഉടനെ അവർ പറയും ഓ ഇല്ല, വിറകെല്ലാം പുറത്ത് കിടക്കുക, നനയോന്നറിഞ്ഞില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. നേരെ മറിച്ച് ളുഹറിൻ്റെ സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതിനൊരു അവസരം കിട്ടിയേ കൊള്ളായിരുന്നു, എനിക്ക് അസർ നിസ്കരിക്കണം, അതിനൊരു അവസരം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതില്ല. സമ്പത്തെ ഈ ഒരു ചിന്ത മനുഷ്യനെ അലട്ടുകയാണ്. 1000 വട്ടം സ്വർണ്ണമാല തപ്പി നോക്കോടെ ഉണ്ടോ ഇല്ലയോ? ആ ഉണ്ട് 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 ഉണ്ട്. വീണ്ടും നോക്കും, അത് തന്നെ അതുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. യഖൂലു ഇബ്നു ആദം മാലി മാലി, എൻ്റെ സമ്പത്തേ എൻ്റെ സമ്പത്തേ എന്ന് വിളിച്ചു പറയുന്ന മനുഷ്യനോടാണ് പ്രവാചകൻ ചോദിക്കുന്നത്. എടോ മനുഷ്യ, നീ തിന്നു നശിപ്പിച്ചതല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? നീ തിന്നത് നിന്റേതാണ്, അത് നശിച്ചു പോയല്ലോ. എന്നാൽ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നിന്റേതാണോ? ഒരിക്കലും നിന്റേതല്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാളത്തേക്ക് വേണ്ടി കരുതുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല. അപ്പൊ ഇന്ന് രാത്രി തന്നെ പോയിട്ട് ഫ്രിഡ്ജിരിക്കുന്ന ഇറച്ചിയൊക്കെ എടുത്ത് അപ്പുറം കൊടുത്തേരെ, അവരുകൊണ്ട് കറി വെച്ച് കൂട്ടട്ടെ. 10 ദിവസം 15 ദിവസത്തേക്ക് ഇറച്ചി മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. എന്ത് ഈമാൻ ഉറപ്പാ നമുക്ക് ഈ വിഷയത്തിലുള്ളത്? അല്ലാഹു റസൂലിനെ ചോദിക്കുന്നത് ഹല്ലക യബ്ന ആദം മിമ്മാലിക ഇല്ലാ മാ കൽതാ ഫാഫിനൈതാ ഔ ലബിസ്താ ഫാബിലൈതാ. ഓ മനുഷ്യ, നീ ധരിച്ച് കീറിക്കളഞ്ഞ വസ്ത്രമല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? നാം ധരിച്ച് നശിപ്പിച്ച് കളഞ്ഞ വസ്ത്രം അത് നമ്മുടേതാണ്. നേരെ മറിച്ച് വീണ്ടും അലമാരയിലിരിക്കുന്നതോ എത്ര ജോഡി ഡ്രസ്സാണ് കിട്ടുന്നത് ഓരോരുത്തർക്കും. ഈ മൂപ്പിലാന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 4-5 പെമ്മക്കളെയും കെട്ടിച്ച് ആമ്പക്കളും പെണ്ണ് കിട്ടുമ്പം ഓരോരുത്തരും അവരുടെ കണക്കനുസരിച്ച് എടുത്തു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഈ കൊണ്ടുവരുന്ന ഡ്രസ്സെല്ലാം വാരി അലമാരയ്ക്കകത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം വാരി സ്വതക്ക കൊടുക്കുക. ആരെങ്കിലും ഒരു പാവപ്പെട്ടോ വന്നിട്ട് ഒരു ഉടുപ്പിന് വന്നാൽ പറയും എല്ലാ ഉടുപ്പും എടുത്ത് നോക്കും, കോളറൊക്കെ കയറി ഏറ്റവും കൊള്ളാത്തോ എന്നാ കൊണ്ടുപോയിക്കും. ഇതല്ല വേണ്ടത്. ഏറ്റവും നല്ല എൻ്റെ സഹോദരന്മാരെ അത്യാവശ്യം 1, 2, 3 ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി ഒക്കെ ഈ പ്രായമുള്ളവരെ കാര്യം പറയുന്നത്, അവർക്ക് ഈ വിസയും പാസ്പോർട്ടൊക്കെ അടിച്ചെന്ന് ഉറപ്പായ ആൾക്കാരാണ്. വിസയും പാസ്പോർട്ടൊക്കെ ഇനി എമിഗ്രേഷൻ നടന്ന് കയറി പോയാൽ മതി, ടിക്കറ്റ് ഓക്കെ ചെയ്യാൻ മതി. ആ നിലയിലൊക്കെ കാത്തിരിക്കുന്നവരാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ സൂക്ഷ്മത പാലിക്കുക. അവരെന്ത് ചെയ്യുക? ഉള്ളതൊക്കെ എൻ്റെ സഹോദരന്മാരെ സർവ്വ ഡ്രസ്സും നമ്മൾ ആരൊക്കെയിലൊക്കെ കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂലല്ലയോ പറയുന്നത് ഔ ലബിസ്താ ഫബിലൈതാ. എടോ മനുഷ്യ, നീ ധരിച്ച് കീറിക്കളഞ്ഞ വസ്ത്രമല്ലാതെ നിന്റേതെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? മഹദിയായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹാ കല്യാണ സാരി പെട്ടിയിൽ വെക്കുന്ന പെണ്ണുങ്ങളോട്, എൻ്റെ സഹോദരിമാരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ വീട്ടിലെ കല്യാണ സാരി പൂജിച്ച് വെച്ചിരിക്കുകയല്ലേ, അത് നിങ്ങളൊരു കാരണവശാലും എടുക്കൂല. വേറെ എന്തുകൊണ്ടും തരാ, കല്യാണ സാരി ഞാൻ തരൂല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നു എങ്കിൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ കല്യാണത്തിന്റെ ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വരികയാണ്.
നിങ്ങൾ ചിന്തിക്കുക, അയാൾ പറയുന്നു, മോളെ ഫാത്തിമ, എൻ്റെ മകളുടെ കല്യാണമാണ് ഫാത്തിമ, ഒരു നല്ല ഡ്രസ്സില്ലാതെ വലയുന്ന ഫാത്തിമ എന്ന് ഫാത്തിമയോട് പറയുമ്പോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. അൽ ഫാത്തിമത്തു ഖിത്അത്തുൻ മിൻ കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഈ പൊന്നുമോള് ഫാത്തിമ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ. കൊച്ചെറുപ്രായത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു റൊട്ടി കഷ്ണം അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്തപ്പോ ഫാത്തിമയെ കാണാനില്ല, ഫാത്തിമയെ കാണാനില്ല. ഫാത്തിമ ആ റൊട്ടി കഷ്ണവുമായി ഓടുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കുഞ്ഞുമോളായത് കൊണ്ട് പിന്നാലെ ഓടിയപ്പോ കവലയുടെ അരിയിൽ ആഹാരത്തിന് വേണ്ടി കൈനീട്ടുന്ന, ശരീരം മുഴുവൻ ശോഷിച്ചു പോയ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിലേക്ക് ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയാകുന്ന പൊന്നുമോള് ഈ റൊട്ടിക്കഷ്ണം വെച്ചുകൊണ്ട് കൊടുക്കുന്ന രംഗം കണ്ട് എൻ്റെ പോളെ എന്ന് വിളിച്ച അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിലവിളിച്ചു പോയെങ്കിൽ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ താൻ കല്യാണത്തിന് വേണ്ടി ഇട്ടിരുന്ന ഈ ഡ്രസ് ഉണ്ടല്ലോ, അതെടുത്ത ആ മനുഷ്യന്റെ സംഭാവന ചെയ്യുകയാണ്. എന്നിട്ട് ഫാത്തിമ അലിയുടെ വീട്ടിലുള്ള തുന്നിപ്പിടിപ്പിച്ച ഒരു വസ്ത്രമെടുത്തിട്ടപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ പുന്നാര മകളെ കാണാൻ വേണ്ടി കടന്നു വരുമ്പോ, അല്ലാഹുവിൻ്റെ റസൂൽ പൊന്നുമോളെ കാണാൻ വേണ്ടി വരുമ്പോ താൻ കൊടുത്ത വസ്ത്രം കാണുന്നില്ല. ചോദിച്ചു, മോളെ ഫാത്തിമ, എവിടെയാണ് പൊന്നുമോളെ നിന്റെ കല്യാണപ്പുടവ എവിടെയാണ് മകളെ? നിനക്ക് വേണ്ടി ഞാൻ തന്ന കല്യാണപ്പുടവ എവിടെയാണ് പൊന്നുമോളെ? നിനക്കൊരു നല്ല വസ്ത്രം വാങ്ങിത്തരാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ മോളെ. എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇപ്പൊ തയ്യാറാക്കി തന്ന ഈ നല്ല വസ്ത്രം നീ എന്ത് ചെയ്തു എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ എൻ്റെ സഹോദരൻ അൻഹയോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു പാവപ്പെട്ടവന് വേണ്ടി കൊടുത്ത ചരിത്രം പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മളാണെങ്കിലോ നമ്മുടെ മകളാണിത് ചെയ്തതെങ്കിലും നമ്മുടെ മക്കൾ പിന്നെ ചെയ്യില്ല, പേടിക്കണ്ട. വാപ്പാടാൻ്റെ മക്കളല്ലേ പിന്നെ ചെയ്യുമോ? നമ്മുടെയൊക്കെ മക്കളുമാരല്ലേ ഉറപ്പായിട്ടും ചെയ്യൂല. കാരണം കല്യാണ ഡ്രസ്സ് കൊടുക്കാനോ അടച്ചറമ്പേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, നമ്മൾ ധരിച്ച് കീറിക്കളഞ്ഞ വസ്ത്രം നമ്മുടേതാണെങ്കിൽ നാളത്തേക്ക് വേണ്ടി നാം എത്ര തുടി ഇപ്പം അലമാരെ കാണും തയ്ക്കാൻ ബാക്കിയുള്ളത്? തയ്യക്കടയിൽ എത്ര ഉണ്ടാവും? തയ്ച്ചത് എത്രയുണ്ടാവും? ഈ നിലയിൽ ഒന്നും നമ്മൾ സ്റ്റോക്ക് ചെയ്യാതെ എൻ്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അതൊക്കെ ഇന്ന് തൻ്റെ മനസ്സിൽ കരുതുക. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണല്ലോ, മഹാനായ പ്രവാചകൻ ചോദിക്കുന്നത് കളങ്കമല്ലല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് ഇനി ഞാൻ ഒന്നും സൂക്ഷിക്കുന്ന പ്രശ്നമില്ല, ഞാനതൊക്കെ പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് നിയ്യത്ത് ചെയ്യോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, ഓ മനുഷ്യന്മാരെ, നിങ്ങൾ സ്വതക്ക ചെയ്ത് വീടിയതല്ലാതെ നിങ്ങളുടേതെന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത് ബാങ്ക് ഡിപ്പോസിറ്റ് പോലെയാണ്. അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ആഖിറത്തിൽ ലഭ്യമാകുമെങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്യാതെ മാറ്റിവെക്കുന്ന നിങ്ങളുടെ സമ്പത്തുകളുണ്ടല്ലോ, അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വതക്ക ചെയ്യുന്ന ഓരോ പൈസകളോ അത് നാളെ ആഖിറത്തിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. അതിന്റെ പ്രതിഫലം നമ്മുടെ പിന്നാലെ ഒഴുകിയെത്തുമെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങൾ പള്ളിക്ക് കൊടുത്ത പൈസ നിലനിൽക്കുന്നു, അതിന്റെ പ്രതിഫലം നിലനിൽക്കുന്നു. നിങ്ങൾ മരണപ്പെട്ടാലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങൾക്ക് നിലനിൽക്കുന്നു. അത് എൻ്റെ സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്യാൻ തയ്യാറാവുക. നമ്മുടെ കൈകൾ
കരങ്ങളിലുള്ളത് അല്ലാഹുവിന് കൊടുക്കുക. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, അല്ലയല്ലയോ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തന്നത് നിങ്ങൾ ചിലവഴിക്കൂ എന്ന് പടച്ചവൻ പറയുമ്പോ ലോകത്ത് നമ്മളെങ്ങും കൊണ്ടുവന്ന് ചിലവഴിക്കണമെന്നല്ല പടച്ചവൻ പറയുന്നത്. ഞാൻ തന്നത് നിങ്ങൾ ചിലവഴിക്കൂ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് ഞാൻ നൽകിയ സമ്പത്തുകള് അല്ലാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ചിലവഴിക്കൂ എന്ന് പടച്ചവൻ പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് നാശമാണ്. സമ്പത്ത് നമ്മുടെ ശത്രുവാണ്. അതേ സമ്പത്ത് വലിയ മൂർഖൻ പാമ്പായി നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നാളെ ആഖിറത്തിൽ പറയുമെന്നാണ് അനമാലുക അനകൻസുക, എടോ ഞാൻ നിന്റെ സമ്പത്താണോ, നീ പൂഴ്ത്തിവെച്ച സമ്പത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് അല്ലാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുന്നു. നേരെ മറിച്ച് നമ്മുടെ സമ്പത്തുകള് നമ്മൾ അല്ലാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കാതെ അല്ലാഹുവിന്റെ വഴിയിൽ കൊടുക്കാതെ നാം പിടിച്ചു വെച്ചാൽ നമുക്ക് സ്വർഗമല്ല മുഅ്മിനേ, മറിച്ച് ഖബറിൽ സന്തോഷം പോലും ലഭ്യമല്ല. നമുക്കറിയാമല്ലോ എത്രയോ വീടുകള് വാപ്പമാര് മരണപ്പെട്ടതിന് ശേഷം മക്കളുമാര് സമ്പത്തിന് വേണ്ടി കടിപിടി കൂടുന്ന വീടുകളെ കാണുന്നില്ലേ? ഒരു കവി പാടിയതുപോലെ ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി ദബുൽ മൈറാസി യഖ്തസിമൂന മാലി കഅന്ന അഖാരിബി ലം തഅരിഫൂനി. ഒരു കവി പറയുന്നു തമുറു അഖാരിബി ജനബാതി ഖബരി, എൻ്റെ ബന്ധുക്കള് എൻ്റെ ഖബറിന്റെ അടുത്ത് കൂടി നടന്നു പോകുന്നുണ്ട്, പക്ഷേ അവരെന്നെ അറിയുന്നില്ല, അവരെന്നെ മനസ്സിലാക്കുന്നില്ല. ആ ഖബറിലേക്ക് ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ സമ്പത്തിന്റെ പേരിൽ മക്കൾ കടിപിടി കൂടുകയാണ്. അവന് കൊടുത്തത് കൂടിപ്പോയി, യവന് കൊടുത്തത് കുറഞ്ഞുപോയി, അതല്ലെങ്കിൽ അവന് സെൻട്രൽ സ്ഥലമാണ് കൊടുത്തത്, എനിക്ക് വയലാണ് തന്നത്, എനിക്ക് പാടമാണ് തന്നത്, വാപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇങ്ങനെ സമ്പത്തിന്റെ പേരിൽ മക്കളുമാര് കടിപിടി കൂടുന്ന രംഗം കാണുന്നു എങ്കിൽ എൻ്റെ മുഅ്മിനേ, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യട്ടെ. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വസ്തുക്കൾ 50 സെന്റ് വസ്തുവാണെങ്കിൽ നിങ്ങൾ ആ 1/3 ഭാഗം മാറ്റിയിട്ട് ബാക്കി സമ്പത്തുകൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്നാർക്കിന്നാർക്കെന്ന് തത്തുല്യമായ വിലയുള്ള സാധനവും അതേ തോതിൽ യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ അളന്ന് തിട്ടപ്പെടുത്തി മാറ്റി ഓരോരുത്തരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ സമ്പത്ത് അല്ലാഹുവിന് കുറച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ കുറച്ച് കൊടുത്തിട്ട് ഒരു 50 സെന്റ് ഉള്ളവൾ 10 സെന്റ് പടച്ചവന് വേണ്ടി കൊടുക്കണോ, ഇതെന്റെ ആഖിറത്തിൽ കൂലി കിട്ടാൻ ഞാനിതാ മാറ്റിയിടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയില്ലേ? എൻ്റെ മുഅ്മിനേ, ഖബറിൽ നിങ്ങൾ കിടക്കുമ്പോ നിങ്ങളുടെ മക്കളുടെ വഴക്ക് കേട്ടിട്ട് അവിടെ കിടന്നിട്ട് പടച്ചവരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണല്ലോ, ഖബറിന്റെ അടുത്ത് കൂടി ഓരോരുത്തർ നടക്കുമ്പോ അവരുടെ ചലനം വരെയും ഖബറിൽ കിടക്കുന്നവർ അറിയുമെങ്കിൽ നമ്മുടെ വാപ്പയുടെ മുന്നിലൂടെ നാം നടക്കുമ്പോ നമ്മുടെ വാപ്പ നമ്മളെ അറിയും സഹോദരാ, നമ്മുടെ വാപ്പ നമ്മെ മനസ്സിലാക്കും സഹോദരാ, അത് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അവരെ സന്ദർശിക്കുകയോ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയോ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അർവാഹുകള്, അവരുടെ ആത്മാക്കള് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും കേട്ടോ. അവരെ നിങ്ങൾ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി യാസീനോദി ദുആ ചെയ്യുക. ഞാൻ പറയുന്നു എൻ്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖബറിൽ സന്തോഷം വേണോ?
ഖബറിൽ നിങ്ങൾക്ക് സ്വസ്ഥത വേണോ? നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ തിട്ടപ്പെടുത്തി കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഒരു വിഹിതം നിങ്ങൾ പള്ളിക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ എന്റെ 10 സെന്റ് എടുത്ത് ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കുന്നു, അവൾക്ക് ഞാൻ സ്ത്രീധനമായി എന്റെ 10 സെന്റ് കൊടുക്കുന്നു. ഈ ഒരു ഈമാൻ നിങ്ങൾ എടുക്കും, തീർച്ചയായും അത് നിങ്ങളുടെ ഖബറിലേക്ക് അണമുറിയാതെ പ്രതിഫലമായി ഒഴുകിയെത്തും. ആർക്കും തടയാൻ സാധ്യമല്ല കേട്ടോ. നിങ്ങൾ കന്നേറ്റിയിലാണ് അടങ്ങുന്നതെങ്കിൽ ആ കന്നേറ്റ് ഖബറിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുത്ത 10 സെന്റിന്റെ പ്രതിഫലം ഒഴുകുന്നത് തടയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ സദഖ ചെയ്ത് വീടിയത് അത് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് പറയാൻ കഴിയും. നേരെ മറിച്ച് നിങ്ങൾ പൂഴ്ത്തിവെച്ച് നിങ്ങളുടേതാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. റസൂലുള്ളാഹി പറയുന്നു, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. എല്ലാ ഓരോ സമൂഹത്തിനും നാശമുണ്ട്. എൻ്റെ സമൂഹത്തിന്റെ നാശം സമ്പത്താണ്. സമ്പത്ത് കൊണ്ടാണ് എൻ്റെ സമൂഹം നശിച്ചിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നമ്മുടെ സമ്പത്തുകൾ ശരിക്കും അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നാം ചിലവഴിക്കാൻ തയ്യാറാവുക. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നാം ചിലവഴിച്ചാൽ ഈ സമ്പത്ത് നമ്മുടെ മിത്രമായി മാറും. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ പാതയിൽ നമ്മെ തിരിച്ചുവിടുന്നത്, നമ്മെ വഴിതെറ്റിക്കുന്നത് ഖുർആനിൻ്റെ ഉടനീളം നിങ്ങൾ നോക്കിയാൽ കാണാം. എല്ലാ സ്ഥലങ്ങളിലും ദാതുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തുകൾ അള്ളാഹിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങളെ മാറ്റാനിടയുണ്ടെന്ന് ഖുർആൻ പറയുമ്പോൾ, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ സമ്പത്ത് നമ്മുടെ ശത്രുവാണെങ്കിൽ ആ സമ്പത്ത് നമ്മുടെ മിത്രമാക്കേണ്ടത് സ്വതക്കയിലൂടെയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് സമ്പത്തിന്റെ ഹക്കനുസരിച്ച് അതിന്റെ സക്കാത്തും കാര്യങ്ങളും കൃത്യമായി നാം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നാം തിരിഞ്ഞാൽ ഈ സമ്പത്ത് നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടും. നമ്മോടൊപ്പം ഈ ആഖിറത്തിൽ നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന ഒന്നാകും. അന്നല്ലാഹു ഇഷ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തുകളെ, നിങ്ങളുടെ ശരീരങ്ങളെ അല്ലാഹു വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ബിഅന്ന ലഹുമുൽ ജന്ന. പകരം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗ്ഗമാണ് എന്ന് ഖുർആൻ പറയുന്നുവെങ്കിൽ, എൻ്റെ മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗം വേണോ? നമ്മുടെ സമ്പത്ത് പടച്ചവന്റെ വഴിയിൽ ചിലവഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീണ്ടും സമ്പത്തുമായി ബന്ധപ്പെടുന്ന ഒരുപാട് സംഗതികൾ പറയാറുണ്ട്. രണ്ടാമത് ഖുർആൻ പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. രണ്ടാമത് മക്കളെ സംബന്ധിച്ചാണ്. ഒക്കെ വിശാലമായ വിഷയമാണ്. നാളെയും പ്രഭാഷണം ഉണ്ടായതുകൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സമ്പത്ത്, മക്കള്, എന്നിട്ട് നമ്മുടെ ആഖിറത്തിൻ്റെ വിജയം, തഖ്വ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കയറി വരുന്ന ഒരു വലിയ സബ്ജക്റ്റാണിത്. എൻ്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അതിൻ്റെ ആമുഖം മാത്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ സഹോദരന്മാരെ ഇവിടെ വെച്ച് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്യണം. ഇൻഷാ അല്ലാഹ് എനിക്ക് ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥയുണ്ട്, എനിക്ക് നല്ല ഒരു വീടുണ്ട്, എനിക്ക് നല്ലൊരു വാഹനമുണ്ട്, എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ഒരംശം ഞാൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാം. എൻ്റെ തൊട്ടയിലത്ത് 3-4 പെൺകുട്ടികളുണ്ട്, കെട്ടിക്കാൻ നിവൃത്തിയില്ല, അവർക്കൊരു വീടില്ല, അവർ വാടകയ്ക്കാണ്, അവർക്കൊരു 5 സെൻറ്റ് വസ്തു എൻ്റെ വസ്തുവിൽ നിന്ന് കൊടുക്കാം. ഈ നിലയിലുള്ള ആ ഒരു സാമൂഹിക, അത് ഏത് ജാതിക്കാരനെന്നോ ഏത് മതക്കാരനെന്നോ നോക്കാതെ എൻ്റെ സഹോദരന്മാരെ മൊത്തത്തിൽ എല്ലാവരെയും ഒന്നായി കണ്ട് സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചു. ഒരു ജൂതനായ മനുഷ്യന് വേണ്ടി വിധി പ്രഖ്യാപിച്ചയാളാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ ആക്ഷേപിച്ച ഒരു ജൂതപ്പെണ്ണ്, ആ ജൂതപ്പെണ്ണിന് സുഖമില്ലാതെ കിടന്നപ്പോൾ അവളെ കാണാൻ വേണ്ടി ചെന്നു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മാതൃകയാണ് എൻ്റെ സഹോദരന്മാരെ നമ്മൾ പിൻപറ്റേണ്ടത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഒരേ നിലയിൽ
കണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ നാം മുന്നോട്ട് പോവുക. നമ്മുടെ കയ്യിലുള്ള എല്ലാ സഹായങ്ങളും പാവങ്ങളെ സഹായിക്കാൻ. നമ്മുടെ തൊട്ട് അടുത്ത വീട്ടിൽ ഒരാളുണ്ട്, അയാൾ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവനാണ്, അയാൾക്ക് ആഹാരം നമ്മുടെ വീട്ടിലുള്ളതിൽ പങ്ക് കൊടുക്കാൻ. ഈ നിലയിലുള്ള എല്ലാ പരസ്പരം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങളെല്ലാവരും മുന്നിട്ട് വരണം. ഈ നാട്ടിലുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഞാനുമായി സഹകരിക്കണം. ഞാൻ മണപ്പള്ളിയിലിരിക്കുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായും സഹകരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ ആരുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങളെയൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ അവതരിപ്പിക്കാം. ആ പ്രശ്നങ്ങൾക്കും എന്നെക്കൊണ്ട് പറ്റുന്ന പരിഹാരങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ നാട്ടിൽ ഒരു മതക്കാരുടെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും നായകനായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ആ ഒരു നല്ല അവസ്ഥ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. സർവശക്തനായ അല്ലാഹ്, ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തിന് നിന്റെ ഹബീബിന്റെ റൗദയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റണേ അല്ലാഹ്. സന്തോഷത്തിന്റെ വാതായനങ്ങളെ തുറക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ സഹോദരന്മാരെയും നിസ്കാരക്കാരാക്കണേ അല്ലാഹ്. നിന്നെ വണങ്ങുന്നവരാക്കണേ അല്ലാഹ്. നിന്നെ അനുസരിക്കുന്നവരാക്കണേ അല്ലാഹ്. പടച്ചവരെ, നിന്റെ വഴിയിലേക്ക് തിരിയാൻ അവർക്കൊക്കെ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, എൻ്റെ അഭിമന്യ പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിനു വേണ്ടി എന്നെ ഉരിഞ്ഞു വച്ച എൻ്റെ പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. പടച്ചവരെ, എൻ്റെ പിതാവിന് ഖബറിൽ സന്തോഷം കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പല സഹോദരന്മാരുടെയും പിതാക്കളും മാതാക്കളും മരിച്ചവരുണ്ട്, അവർക്കൊക്കെ നീ ഖബറിൽ സന്തോഷം കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞാൻ ഈ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ബിസ്ര സവാബിന് എൻ്റെ സ്നേഹനിധിയായ പിതാവിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, എൻ്റെ അഭിമന്യ പിതാവിന്റെ ഖബർ നീ സ്വർഗീയ ആരാമമാക്കണം റഹ്മാനേ. അല്ലാഹുവേ, എൻ്റെ മാതാവിന് ചെറിയ അസ്വസ്ഥതകളായിരിക്കുകയാണ്. അല്ലാഹുവേ, എൻ്റെ മാതാവിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവരെ, എൻ്റെ മാതാവിന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രഹരത്തിന്റെ മേൽ മറുപ്രഹരമായി സമീപിക്കുന്ന അവസ്ഥ തരല്ല റഹ്മാനേ. അല്ലാഹുവേ, എൻ്റെ വീടിന്റെ കടാവിളക്കാട് എൻ്റെ വീടിന്റെ ഐശ്വര്യമാണ് റഹ്മാനേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ നിൽക്കുന്ന ഓരോ സഹോദരന്മാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ സഹോദരന്മാരുടെയും കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, പല പ്രതിസന്ധികളിലും അകപ്പെട്ടവരുണ്ടല്ലോ, അവരെയെല്ലാം കാക്കണേ റഹ്മാനേ. അവരെയെല്ലാം കാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട പലരുമുണ്ട് റഹ്മാനേ. അവരെയെല്ലാം നീ കാത്തുകൊള്ളണേ തമ്പുരാനേ. അവരുടെ അസുഖങ്ങളെല്ലാം മാറ്റണേ തമ്പുരാനേ. അല്ലാഹുവേ, നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് നീ മാരകമായ രോഗങ്ങളെ പിൻവലിക്കണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ വിപത്തുകളൊന്നും ഇറക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, എൻ്റെ സുഹൃത്തുക്കളായ പല സഹോദരന്മാരും രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടല്ലോ, അവിടെ രോഗങ്ങളെല്ലാം മാറ്റി നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനേ. സർവശക്തനായ അല്ലാഹ്, ഈ നാട്ടിലുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ മുസ്ലിങ്ങൾ എല്ലാവരെയും കാക്കണേ തമ്പുരാനേ. അവരെയൊക്കെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേ തമ്പുരാനേ. അല്ലാഹു, അവരിലൊക്കെ പരസ്പരം സ്നേഹവും കരുണയുമുള്ള മനസ്സ് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളുമായി യുദ്ധത്തിന് പോകുന്ന ആ യുദ്ധക്കെടുതി അനുഭവിക്കേണ്ട അവസ്ഥ ഞങ്ങളിൽ തരല്ല റബ്ബേ. പടച്ചവനെ, ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ഫ്ലൈറ്റുകളുടെ പിന്നാലെ ഓടേണ്ട ദുരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഭൂകമ്പം ഞങ്ങൾ വിതയ്ക്കല്ല റബ്ബേ. സുനാമി ഞങ്ങളിൽ തരല്ല റബ്ബേ. സർവശക്തരായ നാഥാ, ഞങ്ങൾക്ക് ദീൻ പകർന്നു തന്ന ഞങ്ങളുടെ അഭിമന്യ ഉസ്താദുമാരെ കാക്കണേ തമ്പുരാനേ. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളെ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ മാറ്റി ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, 10 മാസം നൊന്തു ചുമന്ന് ഞങ്ങളെ പ്രസവിച്ച് ഞങ്ങളുടെ അഭിമന്യ മാതാ
മാതാക്കളെ കാക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും വഴിക്കുള്ള പലരും മരിച്ചവരുണ്ട് തമ്പുരാനെ, അവർക്കെല്ലാം സ്വർഗം കൊടുക്കണേ നാഥാ, നരകം ഹറാമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആയ്ക്ക് വേണ്ടി കൈയുയർത്തിയപ്പോ നിന്റെ അനുഗ്രഹീതമായ റഹ്മത്തിന്റെ മഴ ഞങ്ങളുടെ ദുആ സ്വീകരിക്കുമെന്നതിന് തെളിവാണ് തമ്പുരാനെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ തള്ളിക്കളയില്ല പടച്ചവനെ. അല്ലാഹുവേ, ഒരുപാട് നിന്നോട് ചോദിക്കാറുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും ഖബറുകളിലുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണയുണ്ടായിരുന്നവരും പലരും ഖബറുകളിലാണല്ലോ. അവിടെയൊക്കെ ഖബറുകൾ വിശാലമാക്കണയല്ലോ. അല്ലാഹുവേ, ഈ നാട്ടിൽ ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവിടെ ഖബറൊക്കെ നീ സ്വർഗമാക്കണയല്ലോ. പടച്ചവരെ, ഞങ്ങളെ ആരും നീ ആക്സിഡന്റിൽ പെടുത്തല്ലേ അല്ലാ. പടച്ചവരെ, ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഈ യുവജനങ്ങളെ നീ ആക്സിഡന്റുകളിൽ പെടുത്തല്ലേ അല്ലാ. അപകടങ്ങളിൽ കാക്കണേ അല്ലാ. സർവശക്തനായ റബ്ബേ, അപകട മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, അപകടത്തിൽപ്പെട്ട് ഞങ്ങളുടെ ശരീരം ചിന്നിച്ചതറികട്ട് ഒരു മയ്യത്തിന്റെ കോലം പോലും ഇല്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഹാഫികളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ, ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് നിസ്കരിക്കണ്ട, അവരുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങൾക്ക് തരല്ല റഹ്മാനേ. അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കാക്കണേ റബ്ബേ, ദീനുള്ള മക്കളാക്കണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ വഴിതെറ്റുന്ന അവസ്ഥ കാണാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പെട്ടെന്ന് മരിപ്പിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. ചെറുപ്പത്തിലുള്ള മരണം ഞങ്ങളുടെ മക്കളും ആർക്ക് കൊടുക്കല്ല പടച്ചവരെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ദീൻ നുകർന്ന് പഠിച്ച ഒരു പൊന്നുമോളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ല റഹ്മാനേ. അല്ലാഹുവേ, അത് കാണാനുള്ള ശേഷിയും ശക്തിയും ഞങ്ങൾക്കില്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാക്കല്ലാ. പടച്ചവരെ, ഔറത്ത് മറച്ചുകൊണ്ട് ദീനനുസരിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നത്, നല്ല നിലയിൽ ആ മക്കളുമാര് പോകുന്നത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. തൗഫീഖ് തരണേ അല്ലാ. പടച്ചവരെ, ഈ നാട്ടിലെ ആലിമീങ്ങളെ കാക്കണേ തമ്പുരാനെ. ദീനിന് വേണ്ടി, ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ നാട്ടുകാരെ നല്ല പഠിക്കും ധരിക്കാൻ വേണ്ടി കട്ടപ്പെടേണ്ട പണ്ഡിതന്മാരാക്കി അവരെ മാറ്റണേ അല്ലാ. അവിടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി ഇവിടെ കുടുംബത്തിൽ സന്തോഷത്തിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അവസാന നിമിഷം വരെ നിന്റെ ദീനിന് വേണ്ടി വർത്തിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾ മരിക്കുന്ന സമയം വരെ ദീനീ ഖിദ്മത്തിലാക്കണേ അല്ലാ. പടച്ചവരെ, പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ മയ്യത്തെടുക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. നിന്റെ ദീനിന്റെ സേവനമില്ലാതെ, നിന്റെ ദീനിന്റെ ഖിദ്മത്തെടുക്കാതിരിക്കുന്ന അവസ്ഥ മരണം വരെ തരല്ല റബ്ബേ. അല്ലാഹുവേ, മരണം വരെ തരല്ല റബ്ബേ. ഇഖ്ലാസോടെ പടച്ചവരെ, ദുനിയാവിനെ മോഹിക്കാതെ നിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ലിസ്റ്റിൽ പെടുത്തണേ അല്ലാ. പടച്ചവരെ, ഈ നാട്ടിൽ പല സഹോദരിമാര് സഹോദരന്മാര് പല വിഷമങ്ങളിലുമുള്ളവരുണ്ടല്ലോ. എല്ലാ വിഷമങ്ങളും മാറ്റണേ അല്ലാ. ഈ ദുആ കാരണമാക്കണേ അല്ലാ. ഓരോരുത്തരുടെ പ്രയാസങ്ങൾ കേൾക്കുമ്പോ, വിഷമം കേൾക്കുമ്പോ മനസ്സ് നോവുന്നു റഹ്മാനേ. എല്ലാം നിന്നോട് കരളുരുകി ഞങ്ങൾ പറയുന്നു റബ്ബേ. അവരുടെ ഒക്കെ പ്രയാസങ്ങളെ മാറ്റി സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ പോലെയുള്ള, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളില്, ഞങ്ങളുടെ ഈ ബോഡിയുടെ ഉള്ളില് എന്തെല്ലാം രോഗങ്ങൾ
ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. അല്ലാ, നീ നിന്റെ എക്സ്റേ മിഷനിലൂടെ, നിന്റെ സ്കാനിങ് മിഷനിലൂടെ എല്ലാം നീ കാണുന്നുണ്ടല്ലോ റബ്ബേ. ആ രോഗാടുക്കള മാറ്റണേ റഹ്മാനേ, ആ രോഗാടുക്കള നീ മാറ്റണേ തമ്പുരാനെ. പടച്ചവനെ, ഒരു മാരകമായ രോഗങ്ങളോ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് എത്ര എതിരുള്ളവരാണെങ്കിലും അവർക്ക് നീ മാരകമായ രോഗം കൊടുക്കല്ല റബ്ബേ. അത് കാണാനുള്ള എത്രാണ് ഞങ്ങൾക്കില്ല റഹ്മാനെ. അല്ലാഹുവേ, സഹജീവികളോട് ശത്രുക്കളാണെങ്കിൽ പോലും സഹജീവികളോട് കരുണയുള്ളവരാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കരുണ ലോകത്തുള്ള നിന്റെ സൃഷ്ടികളിലേക്ക് മൊത്തം വ്യാപിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വഴിയോരത്തൊരു പക്ഷി അന്നം കിട്ടാതെ കിടക്കുന്നത് കണ്ടാൽ, ഒരു കാക്ക അന്നം കിട്ടാതെ കിടക്കുന്നത് കണ്ടാൽ അതിന് അന്നം വാരി കൊടുക്കുന്ന കരുണ ഞങ്ങളുടെ മനസ്സിൽ താല്ലാ. നിന്റെ സൃഷ്ടിയായ ഒരു കാക്ക വഴിയോരത്ത് കിടന്ന് ആഹാരം കിട്ടാതെ മരിച്ചു പോയാൽ നിന്റെ മുന്നിൽ ഞങ്ങളെ സമാധാനം പറയേണ്ടി വരുമല്ലോ അല്ലാ. അതിനെയും സഹായിക്കുന്ന കരുണതാ അല്ലാ. അല്ലാ, വീട്ടിൽ കൂട്ടത്തോടെ പറന്നു വരുന്ന പക്ഷികൾക്ക്, കോഴിക്ക് എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം അന്നം വിളമ്പി കൊടുക്കുന്ന ആ സൽശീൽ എന്താ അല്ലാ. അങ്ങനെ നിന്റെ സൃഷ്ടികളായ നിന്റെ അടിയാറുകളായ ലോകത്താരെല്ലാം ഉണ്ടോ അവരോടൊക്കെ കരുണ കാണിക്കുന്ന സന്മനസ് തരണേ അല്ലാ. പടച്ചവനെ, ഈ ചെറുപ്പക്കാരെ കാക്കണേ അല്ലാ. അവരെ ഒത്തൊരുമിപ്പിച്ച് നിർത്തണേ അല്ലാ. അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.